അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. മൻസൂർ മണ്ണാർക്കാടല്ലേ? അതെ. അപ്പോ ഞാൻ എന്താന്ന് വിളിച്ചത് വെച്ചാല്, ഞാൻ ഈ ആരിഫ് ഹുസൈൻ തെരുവോത്തുമായിട്ട് ഒരു സംവാദത്തിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള മുസ്ലിം പക്ഷത്ത് ഉറച്ചു നിൽക്കുന്ന ആളുകളിൽ നിന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ വിളിച്ചത്. നിങ്ങളവിടെ സജീവമാണ്. അതുമായി എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ഐഡിയ കൈമാറാനോ ഉണ്ടോ എന്നാണ് ചോദിച്ചത്. നിങ്ങൾ ഏത് വിഷയം വെച്ചിട്ടാണ് ഇത്? ഇസ്ലാമിക വിമർശനം, ഖുർആനെതിരെയുള്ള ഈ വിമർശനം, ഇതാണ് പൊതുവെ ഞാൻ എടുത്ത് സംസാര ടോപ്പിക്കായിട്ട് അയാളോട് പറഞ്ഞിട്ടുള്ളത്. അയാൾ പറഞ്ഞ് ഓൺലൈനിൽ നടത്താന്നാണ് പറയുന്നത്, നോക്കണ്ടേ. അയാളൊന്നും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, എന്തോ ഒരു കോയ കോയം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ അയാൾ അതിലേക്ക് വിളിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എഡിറ്റ് ചെയ്യുന്നുണ്ട് അയാള്. എന്നോട് സംസാരിച്ചത് പറഞ്ഞ അയാൾ എഡിറ്റ് ചെയ്യുന്നുണ്ടെന്നാ പറയുന്നത്. എന്റെ പേര് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ എന്ത് ചെയ്യുന്നു? ഞാൻ ഗൾഫിലുണ്ടായിരുന്നു, സൗദിയിലുണ്ടായിരുന്നു. സൗദിയിലായിരുന്നു, നാട്ടിൽ നിർത്തി ഒന്നാണ്. ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് കൊണ്ടൊന്നും തോന്നരുത്, നിരുത്സാഹപ്പെടുത്തല്ല. ആരിഫ് ഹുസൈനായിട്ട് സംസാരിക്കാൻ നിങ്ങൾ എന്താണ് അടിസ്ഥാനമാക്കുന്നത്? ഞാൻ കൂടുതൽ ഡീപ്പായിട്ട് ഈ കിതാബിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ വരുന്ന മുഖ്യധാരയിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക വിമർശനത്തിനെതിരെ അത് അർത്ഥവത്തല്ല എന്നാണ് എന്റെ പക്ഷം. അപ്പൊ അദ്ദേഹം പറയുന്നതിന് അദ്ദേഹം പലതും ഫാൾസായ പല കാര്യങ്ങളും പല കാര്യങ്ങളും അയാൾ അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം അറിയാത്ത ഒരാൾ ചെന്ന് പെട്ടു പോകുന്നുണ്ട്. അദ്ദേഹത്തിന് മുന്നിൽ അങ്ങോട്ട് ചെല്ലും, ആട് ഇല കടിക്കുന്ന പോലെ ഒരു സ്ഥലത്തേക്ക് ഉറച്ചു നിൽക്കാതെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ട് ഇസ്ലാമിനെ ടാർണിഷ് ചെയ്യാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. അതാണ് വിഷയം. അല്ലാതെ ഞാൻ അത്ര കിതാബിലേക്കൊന്നും ഡെപ്ത് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, എനിക്ക് അത്ര അതില് ഡെപ്ത് ഇല്ല. മുസ്തഫ സാഹിബേ, ഈ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തി, അയാൾക്കൊന്നും ഒരു ബേസും ഇല്ല. ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും മനുഷ്യബുദ്ധി കൊണ്ടും കണ്ടെത്തുന്ന കുറെ കാര്യങ്ങൾ, അതിനപ്പുറമുള്ള കാര്യങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങൾ വളരെ നിസ്സാരമായിക്കൊണ്ട് നിഷേധിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു ടൈപ്പ് ആണ് അവര്. ഇനി അവരുടെ തന്നെ ശ്രേണിയിൽ അവരുടെ ഇതിൽ പല പല കാറ്റഗറി ഉണ്ട്. ഇപ്പോ ലിയാഖത്ത് അലി വേറൊരു കാറ്റഗറിയാണ്. അപ്പോ നിങ്ങൾ ആരിഫ് ഹുസൈൻ തെരുവോത്തിനോട് നിങ്ങൾ ഇസ്ലാമിക വിഷയങ്ങൾ ഡിബേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് 100% നിങ്ങൾക്ക് ഇസ്ലാം സത്യസന്ധമല്ല, സാരസമ്പൂർണമല്ല എന്നല്ല പറയണത്. ഇസ്ലാം 100% ഇസ്ലാമിക വിഷയങ്ങൾ കിടക്കുന്നത് വിശ്വാസ കാര്യങ്ങളിലാണ്. അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയില്ല. അതിന് സയന്റിഫിക് ടെമ്പറിൽ നിന്ന് അത് പടച്ചെടുക്കാൻ കഴിയില്ല. എന്നാൽ ഇവർ ഇവിടെ ഇരുന്നിട്ട് വളരെ അത് വിശ്വാസ ആയത് കാരണം കൊണ്ട് അവർ നിസ്സാരമായിട്ട് തള്ളും. ഒറ്റ കാര്യം പറയാം, ലിയാഖത്ത് അലിയൊക്കെ ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. മുഹമ്മദ് നബി പ്രവാചകൻ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് എന്താ തെളിവ് വയ്ക്കും? സാധാരണ ലെവലില് നമ്മള് പ്രവാചകൻ ദൈവത്തിന്റെ പ്രവാചകൻ ആണ് എന്നുള്ളത് അറിയിക്കുകയും പ്രവാചകനിലൂടെ ദൈവഗ്രന്ഥം അവതീർണമാവുകയും അത് അടിസ്ഥാനമാക്കി ജീവിക്കുന്ന ആളുകളാണ് മുസ്ലിം കമ്മ്യൂണിറ്റി, മുസ്ലിം വിഭാഗം. എന്നാൽ ഇസ്ലാമിക വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു നിൽക്കുന്ന ഒരാൾക്ക് ഇതിനെക്കുറിച്ച് കുറെയൊക്കെ അറിയുകയും ചെയ്യാം. എന്നാൽ ഇതിന്റെ താഴെയും മേലെ ഇതിന്റെ അപ്പുറം അറിയുന്ന ആളുകളാണ്. നമ്മൾ വിശ്വാസമായത് കാരണം കൊണ്ട് അതിനെ നിഷേധിക്കാൻ തയ്യാറല്ല. ഇനി മറ്റൊരു കാര്യം പറയാം, ഇത് വിശദീകരിക്കുന്നതിന് മുമ്പ്, കേരളത്തില് മുജാഹിദ് പ്രസ്ഥാനങ്ങൾ കുറെ ഉണ്ട്. അതിനേക്കാൾ കൂടുതൽ സമസ്ത വിഭാഗങ്ങളുണ്ട്. ഇപ്പൊ എനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. വഹാബി തീവ്രവാദിയെ അറസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. എന്നാൽ ഈ പറയപ്പെടുന്ന ഇസ്ലാമിന്റെ ലേബലൊട്ടിച്ച് ഇസ്ലാമിനെ വിറ്റ് തിന്നുന്ന ഒരു പൗരോഹിത്യം, അതിനിപ്പോ ഏത് വിഭാഗമാവട്ടെ, എന്തുകൊണ്ട് അവർ ഈ ആരിഫ് ഹുസൈന്, ലിയാഖത്ത് അലി, ജബ്ബാർ ഇവരെയൊന്നും അവര് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു വിഷയം വെച്ചിട്ട് സംസാരിക്കുക എന്നല്ലാതെ ഇസ്ലാമിക വിഷയം പൂർണ്ണമായിട്ട് ഇവർ നിഷേധിക്കുന്നത് മുഴുവൻ സംസാരിക്കാറില്ല. അതിന്റെ കാരണം ഇതാണ്, ഇസ്ലാം എന്നുള്ളത് 100% വിശ്വാസ അധിഷ്ഠിതമാണ്.
അത് നമുക്ക് പ്രമാണം കൊണ്ട് പറയാം. ഇങ്ങനെ ദൈവത്തിൽ നിന്ന് അവതീർണമായിട്ടുണ്ട്, പ്രവാചകനിലൂടെ ലഭിച്ചിട്ടുണ്ട്, ഇതാണ് എന്ന് പറയുമ്പോൾ അതിന്റെ സയന്റിഫിക് ടെമ്പർ ചോദിക്കുമ്പോൾ കഴിയില്ല. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരു ഡിബേറ്റിന് പോവുകയാണെങ്കിൽ ഇസ്ലാമിനെ റെപ്രസെന്റ് ചെയ്താണ് പോകുന്നതെങ്കിൽ, അല്ല എന്റെ വിഷയം എന്ന് പറയുന്നത് ഇപ്പോ ഇദ്ദേഹം പറയുന്നത് തിന്മ കൊണ്ട് ഇസ്ലാം സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ റിലീജിയൻ അമംഗ് ദി റിലീജിയനില് ഇസ്ലാം സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നത് തിന്മയുടെ ആധിക്യം കൊണ്ടാണെന്ന്. അതാണ് എന്റെ വിഷയം വരുന്നത്. മനസ്സിലായില്ലേ? ഇസ്ലാമിന് അത്ര തിന്മയൊന്നുമില്ല. മറ്റു മതങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ അവരിൽ നമുക്ക് വേണമെങ്കിൽ അന്വേഷിച്ചാല് ഇതൊക്കെ കാണാൻ കഴിയും. ഹിന്ദു മതമായാലും ക്രിസ്തു മതമായാലും യഹൂദ മതമായാലും ഇന്ത്യയിലുള്ള ഏത് മതങ്ങളായാലും താരതമ്യ സാധ്യമാണ് മറ്റു മതങ്ങളുമായിട്ട്. ഇദ്ദേഹത്തിന്റെ വാദം ഇസ്ലാമോളം നശിച്ച് വെറുക്കപ്പെടാവുന്ന മതം വേറൊന്നില്ല എന്നുള്ള വാദം ഉണ്ടല്ലോ, അതിനെ ഞാൻ കണ്ടാണ് ഉദ്ദേശിക്കുന്നത്. സ്ഥലത്തേക്കൊന്നും പോകാൻ കഴിയില്ല നമ്മൾ പറഞ്ഞ പോലെ. ആ പറഞ്ഞതിന് അദ്ദേഹം എടുക്കുന്ന കോഴ്സ് എന്താണ്? അദ്ദേഹത്തിന്റെ പൊതുവെയുള്ള രീതി ഞാൻ പരിശോധിച്ചു കഴിഞ്ഞാൽ കുറെ അദ്ദേഹം ഫോളോ ചെയ്തുകൊണ്ട് എനിക്കറിയാൻ കഴിയും. അദ്ദേഹം ചെയ്യുന്നത്, അദ്ദേഹം ഒന്നിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കത്തില്ല. ഇപ്പൊ ഖുറാനെ കുറിച്ച് നമുക്കറിയാം, ഖുറാനില് പല ആയത്തുകൾ. അപ്പൊ ഒരു പൊതുവെ ഒരു അത്തിരി പഠിക്കാത്ത ഒരാൾ ചെന്നിട്ട് അത് കേൾക്കുമ്പോ തന്നെ നമുക്കതിന്റെ ട്രാൻസ്ലേഷൻ പോലും അറിയാത്ത, അറബി കേട്ടാലോ അറിയാത്ത ഇയാൾ എന്തെങ്കിലും അത് റിസ്റ്റോർട്ട് ചെയ്ത് വക്രീകരിച്ച് അവതരിപ്പിച്ചിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയത്തില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഖുറാനിലേക്കൊക്കെ പോയിട്ട് ഇയാളെ അവിടെ നിൽക്കരുത്, ഒരു ഖുറാനിലെ ആയത്തെടുക്കും, ശത്രുവിനെ മുശ്രിക്കുകളെ കണ്ടാൽ കൊന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഒരു കോണ്ടെക്സ്റ്റ് വന്നതല്ലേ ഖുറാനിലെ. ആ കോണ്ടെക്സ്റ്റ് അവർക്ക് ഇത് ഈ നോളജുള്ള ആൾക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. ഖുറാൻ നിരോധിക്കപ്പെടേണ്ട ഗ്രന്ഥമാണ്. ഞാൻ പറയുന്നത് ഖുറാൻ നിരോധിക്കപ്പെടുകയാണെങ്കിൽ ഭഗവത്ഗീതയും ബൈബിൾ ഓൾഡ് ടെസ്റ്റ്മെന്റും എല്ലാം നിരോധിക്കപ്പെടേണ്ടത് ആയിരിക്കാം. മനസ്സിലായില്ലേ? ഞാൻ അതാ വിഷയത്തെ എടുക്കുന്നത്. ഈ ആധുനിക സമൂഹത്തില് ഖുറാൻ മോസ്റ്റ് ഡേഞ്ചറസ് ആൻഡ് മോസ്റ്റ് ഈവിൾ തിങ് എന്ന് പറയുന്നത് ഇസ്ലാം ആണെന്ന് അയാൾ പറയുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. മേ ബി നിങ്ങൾക്ക് മറ്റു മതങ്ങളോട് താരതമ്യ അടിസ്ഥാനത്തിൽ ആ മതങ്ങളെ പോലെ തന്നെ ഇനി തിന്മ ഉണ്ടെങ്കിൽ തിന്മ ഉള്ളൂ എന്നാണ് എന്റെ ഒരു വാദം. സാഹിബേ, ഓക്കെ, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വീണ്ടും നമ്മൾ നേരിട്ടായിരുന്നുവെങ്കിൽ എനിക്ക് കൂടുതൽ എനിക്ക് അതിന് മാത്രം വിവരോ അറിവോ ഒന്നുള്ള ആളല്ല. അത് ഭൗതികാണെങ്കിലും അല്ലെങ്കിലും ഹദീസിലേക്കും കിതാബിലേക്കും പോയി എനിക്കിപ്പോ ഇതിന്റെ മൽസൂഖ് എന്നൊക്കെ പറയുന്ന ഒരു ഇസ്ലാമിലെ ഒരു ഖുർആനില് ചില ആയത്തുകൾ കാലാധിഷ്ഠിതമായിട്ട് വന്ന ആയത്തുകളൊക്കെ ഉണ്ടല്ലോ, പിന്നീട് അത് റദ്ദ് ചെയ്യപ്പെടുന്നുണ്ടല്ലോ. അതെ, മൻസൂഖ്. അത് ദീർഘകാല പ്രാബല്യമുള്ളതും ഹ്രസ്വകാല പ്രാബല്യമുള്ളതൊക്കെ ഉണ്ടല്ലോ ഖുർആനില്. അത് ആ കാലഘട്ടം അതൊന്നും ഇപ്പൊ എന്നെ കൊണ്ട് ചർച്ച ചെയ്തിട്ട് തീർക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. അത് ഞാൻ പറയുന്നത് ഈ പൗരോഹിത്യ വിഭാഗം ചെയ്യേണ്ടതാണ് അതൊക്കെ, അവർക്ക് അറിയുമെങ്കിൽ. സാഹിബേ, ഞാൻ വീണ്ടും പറയുന്നു, ഞാനിപ്പോ വളരെ വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കാണ്. നിങ്ങൾ എന്തുദ്ദേശം വിളിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. എങ്കിലും എനിക്ക് വന്ന കോളിന് ഞാനിങ്ങനെ വീഡിയോ തെരഞ്ഞെടുത്തതിൽ ഒരാൾ നിങ്ങളാണ്. ഞാൻ 3 പേരെ വിളിച്ചു. ഓക്കെ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്റെ വീഡിയോകൾ എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ ഈ മാന്യതയില്ലാത്ത ഈ അപശബ്ദങ്ങളായിക്കൊണ്ട് ഇപ്പൊ ഒന്നുമില്ല. ഇപ്പോ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒരു വാവാട് ഷേഖ് വലിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 4 വർഷത്തോളം മുമ്പേ ചെയ്ത വീഡിയോ ആണ്. അതിലയാൾ പച്ച തെറി പറയുന്നുണ്ട്. ആ തെറി പറയുന്ന ഒരു മനുഷ്യനെയാണ് ഇവർ വലിയെന്ന് പറയുന്നത്. അതല്ല, അത് ഇസ്ലാമിന്റെ നിലപാടല്ല എന്ന് അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ പ്രമാണങ്ങളിലേക്കോ ഫിഖഹിലേക്കോ ഞാൻ പോകാറില്ല. ഇനി മറ്റൊരു കാര്യം കൂടിയും മുസ സാഹിബിനോട് പറയാനുള്ളത്, നിങ്ങൾ ഈ എത്തിസ്റ്റുകളോടോ അല്ലെങ്കിൽ ഇത് കുറെ അവാന്തര വിഭാഗങ്ങൾ, എനിക്ക് ഇവരുടെ കൂടുതൽ ഐഡിയോളജി ഒന്നും കൂടുതൽ അറിയില്ല. ഈ നവനാസ്തികർ എന്ന് പറയുന്ന ഒരു വിഭാഗം, ഇപ്പൊ ആരിഫ് ഹുസൈനും ഈ രവിചന്ദ്രൻ അടക്കമുള്ള കുറെ ആളുകള് ഭയങ്കര പൊല്യൂട്ടഡ് ആയിട്ട് വെനോമസ് ആയിട്ട് വളരെ വിഷം വമിക്കുന്ന ആളുകളുണ്ടല്ലോ, ജാമ്യത തുടങ്ങി. അതിൽ തന്നെ ഇപ്പൊ നിങ്ങൾ പറയുന്ന പല ആളുകളും അങ്ങനെയല്ല. ഇപ്പൊ ഈ ലെഫ്റ്റിന്റെ കൂടെ നിൽക്കുന്ന ആളുകളോട് എനിക്ക് ഇവര് RSSനോടാണ് ഇവരുടെ അലിജിയൻസ് കൂടുതലുള്ളത്. ജനറൽ ടിവിയിൽ വരികയും. അതാണ് ഞാൻ പറയുന്നത്, നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ പരിമിതികളുണ്ട്. RSS അല്ലെങ്കിൽ സംഘപരിവാർ എന്നുള്ള ആ ഒരു ഇതെന്താ സത്യത്തില് മുസ സാഹിബെ ഒറ്റയടിക്ക് പറഞ്ഞാൽ ഇത് യഥാർത്ഥ എത്തിസവുമായിട്ടും മറ്റേതൊരു ഇസങ്ങളുമായിട്ടും നമുക്ക് സംവദിക്കാൻ കഴിയും. എന്നാൽ ഇത് യുക്തിവാദമോ
അല്ലെങ്കിൽ നിരീശ്വര അങ്ങനെയല്ല. ഇത് ഇസ്ലാം വിരോധം എന്നാണ് അതിന് ശരിക്കും പറയാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പൊ ഇസ്ലാമിന്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകളുമായിട്ട് അവർ ചേർന്ന് നിൽക്കും. അത് അവരുടെ പ്രൊട്ടക്ഷന്റെ ഭാഗമാണ്, അവരുടെ സുരക്ഷിതത്വം നോക്കിയിട്ടാണ്. അപ്പൊ അതൊക്കെ ഒരു എന്തായിക്കോട്ടെ. ഞാൻ പറയുന്നത് പണ്ടത്തെ യുക്തിവാദികൾ അറിയാലോ, MC ജോസഫ്, സഹോദരനെ പൽപ്പു, പിന്നെ ഇടമുറക് ആളുകളൊക്കെ ലെഫ്റ്റിനോട് ചേർന്ന് നിൽക്കുന്നത് ശാസ്ത്ര സാഹിത്യ പരിസരത്ത്. അറിയോ അത് മനസ്സിലാക്കേണ്ടത് ലെഫ്റ്റിനോട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് വരുന്നത് സോഷ്യലിസത്തിന്റെയും കമ്മ്യൂണിസത്തിന്റെയും മാർക്സിസത്തിന്റെയും അസല് എന്ന് പറയുന്നത് ഈ ഐഡിയോളജിയാണ്. ആയിക്കോട്ടെ. പക്ഷെ ഇവരെന്തുകൊണ്ട് ഈ സംഘപരിവാറിന്റെ അതും വളരെ ഇപ്പൊ ഇയാളുടെ ഒരു കോട്ടുണ്ട് ഞാൻ പറഞ്ഞത്. രവിചന്ദ്രൻ പറയുന്നത് ഉസാമ ബിൻ ലാദനിൽ നിന്ന് ഇസ്ലാം എടുത്തു കളഞ്ഞാല് അയാൾ വളരെ നിഷ്കളങ്കരും മാന്യനുമായ മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞ ഇതാണ്. എത്രത്തോളം അഥവാ ഇസ്ലാം അയാളിൽ നിന്നും നമ്മൾ എടുത്തു മാറ്റി കഴിഞ്ഞാൽ അയാൾ ഒന്നുമില്ല മാന്യനായ ഒരു ജെന്റിൽമാൻ ആണെന്നാണ് അയാൾ പറയുന്നത്. മനസ്സിലായില്ലേ? ഇവർക്ക് ഇസ്ലാമിനോട് ഇത്രത്തോളം കല്ല് വരാൻ കാരണം, ഇസ്ലാമിനെ ഇത്രത്തോളം വളഞ്ഞിട്ട് ആക്രമിക്കാൻ കാരണം എന്ത്? മറ്റു മതങ്ങളിൽ ഇതേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നേ. അതിന് രവിചന്ദ്രനെ അതിനാണ് ഞാൻ പറയുന്നത്. അതിന് രവിചന്ദ്രനെയോ ഒരു ആരിഫ് ഹുസൈനെയോ അല്ലെങ്കിൽ നമ്മുടെ ഈ സാധാരണ രീതിയിലുള്ള ഇസ്ലാം നമ്മൾ വിശ്വസിക്കുന്ന പോലെ അല്ല ഇസ്ലാം ഇത് അള്ളാഹു അത് സ്ഥാപിക്കാനല്ല ഞാൻ ചർച്ചയ്ക്ക് പോകുന്നത്. ആയിക്കോട്ടെ മുസ്തഫ ഭായ്, നിങ്ങൾ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്നും അതല്ല ഇവിടെ പറയുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇവർ പറയുന്ന ഐഡിയോളജി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയോ? ഇവർ പറയുന്നത് നിരീശ്വരവാദമാണോ എത്തിസമാണോ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയോ? അവര് പറയുന്നത് കോട്ട് അൺകോട്ട് അവരെന്താണ് പറയുന്നത് അതിനോട് നമ്മൾ സമ്മതിക്കുന്നത്. അവർ പറയുന്നത് എത്തിസമല്ല, അവർ പറയുന്നത് യുക്തിവാദമല്ല, യുക്തിരഹിതമായിട്ടുള്ള മറ്റൊരു വാദമാണ്. ഇസ്ലാം നമുക്ക് യുക്തിരഹിതമാണെങ്കിൽ നമുക്ക് അവരായിട്ട് ഇതിന് ഡിബേറ്റിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ജയിക്കാമല്ലോ. പറയട്ടെ, കഴിയില്ല. ഞാൻ പറയുന്നത് ദയവ് ചെയ്ത് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതായത് അവർ ഇസ്ലാമിനെയാണ് എതിർത്തുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെ അവർ എതിർക്കാൻ ഉപയോഗിക്കുന്നത് ഖുർആന്, ഹദീസുകള്, അതുപോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും പണ്ഡിതന്മാരുടെ ഉദ്ധരണിയൊക്കെ അവർ എടുക്കാറുണ്ട്. ഇനി ഞാൻ ചുരുക്കം ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളിപ്പോ നാസിഖ് മൻസൂഖിന്റെ കാര്യം പറഞ്ഞു, അതായത് ചില ആയത്തുകളെ നസ്ഖ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അതായത് സാധാരണ എല്ലാ പ്രഭാഷകരും പറയുന്നൊരു വാക്കാണ് ലക്കും ദീനുക്കും വലിയ ദീൻ എന്നുള്ളത്. ഈ ലക്കും ദീനുക്കും വലിയ ദീൻ എന്നുള്ളത് ഇസ്ലാമിന്റെ പ്രാരംഭഘട്ടത്തിലുണ്ടായ, അതായത് ഏകദേശം ഫസ്റ്റ് ടൈമിലുള്ള സൂറത്തും ആയത്തുമാണ്. എന്നാൽ തൗബ സൂറത്തിലെ 5-ാമത്തെ ആയത്ത് എടുത്തുകൊണ്ട് ഇവർ നിസ്സാരമായിട്ട് പറയും ആ ആയത്ത് നസ്ഖ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന്. അതായത് നസ്ഖ് ചെയ്യുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം എന്ന് ഖുർആൻ പ്രസ്താവിക്കുമ്പോൾ ഈ ആയത്ത് മറ്റൊരു ഇതാണ് പറയുന്നത്. അങ്ങനെ ഖുർആൻ ഓരോ ആയത്തുമായിട്ട് താരതമ്യം ചെയ്തിട്ടാണ് അവരിത് പറയുന്നത്. ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? അവരവിടെ പറയാൻ പോകുന്ന നാസിഖ് മൻസൂഖിന്റെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇപ്പൊ എന്റെ അടുത്തൊരു വീഡിയോ ഇരിക്കുന്നുണ്ട്. റഹ്മത്തുള്ള കാസിമി എന്ന് പറയുന്ന മുത്തേടത്തുകാരൻ അയാൾ പറയുന്നുണ്ട്, സൂറത്ത് നജ്മിലെ ആയത്തുകൾ പ്രവാചകന് അവതീർണമായി അതിങ്ങനെ പ്രവാചകൻ സ്വഹാബികൾക്ക് ഇങ്ങനെ ഓതി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇബ്ലീസ് വന്നിട്ട് അതിലേക്ക് കുറച്ച് ആയത്തുകൾ കടത്തിക്കൂട്ടിയെന്ന്. സൂറത്ത് നജ്മ് ഓതി മുത്ത് മുഹമ്മദ് മുസ്തഫ വന്നജ്മി ഇദാ ഹവാ എന്ന സൂറത്ത് ഓതിക്കൊണ്ടിരിക്കവേ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിക്കഴിഞ്ഞപ്പോൾ തുടർച്ചയായി പിശാച് 2-3 വാക്കുകളെ സൃഷ്ടിച്ചുണ്ടാക്കി ഇടയെ കയറ്റി. അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ വമനാത അസ്സാലിസത്തൽ ഉഖറ എന്ന വാക്കിനെ നിർമ്മിച്ച് കയറ്റി. ആര്? റസൂലുള്ള പറഞ്ഞതല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ആളുകൾ തുടർന്നിങ്ങനെ കേൾക്കാണ്. എവിടും എത്തുമ്പോൾ ഇടയ്ക്കട് കയറ്റി. അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ, ലാത്തയെയും ഉസ്സയെയും നിങ്ങൾ കണ്ടുവോ? മൂന്നാമത്തെ മനാത്തയെയും കണ്ടുവോ? അപ്പോൾ അതായത് നമ്മളെ പടച്ചോനിലേക്ക് ചേർത്ത് വെക്കാവുന്ന വസ്തുക്കൾ തന്നെയാണ് ഇവർ എന്നുള്ളത് ഇടയിൽ റസൂലുള്ളാഹിന്റെ ഓത്തുങ്ങോട്ട് നിർത്തുന്നതോടുകൂടെ ഇടയ്ക്കട് കയറ്റി. ജനങ്ങൾ അത് കേട്ടു. നബിയുൽ മുസ്തഫ, നബി പറഞ്ഞതല്ല.
പിശാച് ഇട്ടുകൊടുത്ത് അവരുടെ ശ്രവണപുടങ്ങളിൽ എന്തെത്തി? അവരെല്ലാം ഉന്നത ദൈവങ്ങളാണ് എന്ന്. അപ്പോൾ മുശ്രിക്കുകളും ആളുകൾ ബഹളം വെച്ച് പറയാൻ തുടങ്ങി, മുഹമ്മദ് നമ്മുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ദൈവങ്ങളെയും അംഗീകരിച്ചു. ഇങ്ങനെയുള്ള വിഖണ്ഡവാദങ്ങളും മറ്റും ഇതിന്റെ ലേബലിൽ നിന്നുകൊണ്ട് പറയുന്ന ആളുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇയാള് പറയുന്ന ഒരു പോയ കോളിംഗ് എന്ന് പറഞ്ഞ പരിപാടി നിങ്ങൾക്ക് അറിയാലോ, അയാൾ നടത്തുന്നുണ്ട്. ഇത് ഫസ്റ്റ് ഇത് ഉദ്ഘാടിക്കുന്നത്, ഇത് ഇനാഗുറേറ്റ് ചെയ്യപ്പെടുന്നത് ആരാണെന്ന് വെച്ചാൽ ഇസ്മായിൽ ഒഫ എന്ന് പറഞ്ഞ ആളാണ്. ഇസ്മായിൽ ഒഫയാണ്. ഇയാൾ ഇങ്ങനെ ഒരു കോളിംഗ് പ്രോഗ്രാം അയാൾക്ക് ഉണ്ടായിരുന്നില്ല. അയാളെ പറയുന്ന ടാരിഫിഷൻ പറയുന്നതാണ്. ഇത് ഇയാൾ എന്തൊക്കെയോ ഇങ്ങനെ ഇസ്ലാമിക വിമർശനം നടത്തുന്നുണ്ട്. ഇപ്പൊ ഇസ്മായിൽ ഒഫ പറഞ്ഞല്ലോ ഇയാളെ നമ്പർ കിട്ടണം എന്ന്. എങ്ങനെ വാട്സപ്പിൽ നിന്ന് ലീക്കായിട്ട് അങ്ങനെ അയാളെ നമ്പർ കിട്ടുകയും ഹുസൈന്റെ നമ്പർ കിട്ടുകയും ഇയാളോട് അതിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഇയാളുമായിട്ടാണ് നടത്തുന്നത്, ഇസ്മായിൽ ഒഫയുമായിട്ടാണ്. ഇസ്മായിൽ ഒഫ ഒട്ടും പ്രിപ്പയർഡ് അല്ല. ഞാൻ അയാളോട് സംസാരിച്ചു. ഇന്നിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നതിന് 2 ദിവസം മുമ്പ് ഞാൻ അയാളോട് സംസാരിച്ചിട്ടുണ്ടായി. ഇസ്മായിൽ മലയാളിയാണോ? നിങ്ങൾക്കറിയാം, ഈ സംസ്ഥയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സെൻസിംഗ് എന്നൊക്കെ പറയുന്ന ഒരു മാസിക വന്നുണ്ടായിരുന്നു. എപി സംസ്ഥയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരാളാണ്. അയാളെ കുറെ പരിപാടിയൊക്കെ ഉണ്ട് അവർക്ക് കോമ്പറ്റീഷനുമായി ബന്ധപ്പെട്ട്. എനിക്കറിയാം. അയാളോട് ഞാൻ സംസാരിച്ചപ്പോ അയാൾ പറഞ്ഞു എന്റെ ഒരു പ്രവർത്തന മേഖലയല്ല അത്, അതുകൊണ്ട് എനിക്ക് പരിമിതി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവിടെ ഒന്നും പറയാൻ കഴിയാതെ. അതാണ് കാര്യം. അദ്ദേഹം ആ പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ, സത്യസന്ധമായിട്ട് പറയുന്നു. അതാണ് ഇവിടെ പറയാനുള്ളത്. ഇത് പരാജയമൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് ഈ വിഷയമായിട്ട് കൂടുതൽ അറിവില്ല. അറിവുണ്ടെങ്കിൽ തന്നെ ഒരു കാര്യം വിശ്വാസത്തെ തള്ളുന്നത്, അതായത് ബുദ്ധി കൊണ്ട് നിരസിക്കുന്നതിന് നമുക്ക് ഒന്നുകൊണ്ടും തെളിയിക്കാൻ കഴിയില്ല. ഞാൻ എന്റെ വിശ്വാസം എന്നുള്ളത് പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിന്റെ ഇത് വരുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ കരുതുന്നത് ഇതൊരു പ്ലാൻഡ് പരിപാടിയാണെന്നാണ് നമ്മൾ വിചാരിക്കുക. കാരണം അത്രയും വിവരമില്ലാത്ത, അയാൾ പറയുന്നതോട് ആർഗ്യൂ ചെയ്യാൻ പറ്റാത്ത അടുത്ത സ്ത്രീകളും പുരുഷന്മാരും ചില ഈ മുത്തല്ലിമകൾ എന്നൊക്കെ പറയുന്ന ഈ മദ്രസ പഠിക്കുന്ന കുട്ടികളും ചോര തിളച്ചിട്ട് പോയിട്ട് പങ്കെടുത്തിട്ട് ഞാൻ പോലെ കൊഴിഞ്ഞ് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. നമ്മൾ കാണേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ വലിയ ഇടത്തിലേക്കൊന്നും പോവണ്ട. ഇയാളുടെ വാദം തന്നെ ഞാനതാ പറയുന്നത്, ഇവൻ ഇങ്ങനെ സമ്മതിച്ചാൽ മതി. എല്ലാ മതങ്ങളെ പോലെ ഒരു മതമാണ്, അതിൽ കുറെ തിന്മയുണ്ട് നന്മയുണ്ടെന്ന് വേണമെങ്കിൽ വരെ സമ്മതിച്ചാൽ ഞാൻ ഓക്കെ അങ്ങനെ. അതേസമയം ഇസ്ലാം ലോകത്തിൽ ഏറ്റവും നികൃഷ്ട മതം ഇസ്ലാമാണെന്നുള്ള വാദത്തെയാണ് ഞാൻ ഖണ്ഡിക്കാൻ പോകുന്നത്. അല്ലാതെ ഞാൻ എന്ന് പറയുന്നത് അതായത് സ്വീകാര്യമായ മതം ഇസ്ലാം മാത്രമാണെന്നുള്ളത് ആ വാദം ഞാൻ അയാളോട് ഉന്നയിക്കുന്നില്ല. കാരണം അയാൾ ഇപ്പൊ പറഞ്ഞു വെച്ചിടത്തോളം നമുക്ക് മനസ്സിലാവുന്നത് രവിചന്ദ്രൻ അടക്കമുള്ള രവിചന്ദ്രൻ അയാളുടെ ഗുരുവാണ്. അയാൾ ഇതൊക്കെ പോയിസൺ ചെയ്തതൊക്കെ ഈ രവിചന്ദ്രനാണ്. അയാളുടെ തിങ്ക് ടാങ്ക് നിക്ഷേപം ഈ നവനാസ്തികര്, ഈ വലതുപക്ഷവൽക്കരിക്കപ്പെട്ട നാസ്തികരുടെ തലതൊട്ടപ്പനാണ്, അപ്പോസ്തലനാണ് ഈ രവിചന്ദ്രനാണ് തുടങ്ങുന്നത്. ഈ രവിചന്ദ്രൻ മറ്റേവരൊക്കെ എന്താ ഇപ്പൊ നമ്മുടെ നിലപാട് കമ്മ്യൂണിസ്റ്റ് നിലപാടില്ലേ, ന്യൂനപക്ഷ വർഗീയതയ്ക്കുള്ള പേരുകളാണ് ഭൂരിപക്ഷ വർഗീയത എന്നൊക്കെ ചിന്തിക്കുന്ന ഇവൻ ശാസ്ത്ര പരിഷത്ത് പോലും ഇവരുടെ പുരോഗമന കലാസാഹിത്യത്തിലുള്ള ഇവരൊന്നും ഇസ്ലാമിക വിമർശനത്തില് എതിർത്തുള്ള PhD എടുത്ത ആളുകളല്ല. അവരൊക്കെ ന്യൂട്രലായിട്ട് പറയുകയും വിഷയങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെടാറുണ്ട്. എങ്കിൽ പോലും ഒരു ഇസ്ലാം ഇവിടെ നിലനിർത്താൻ സാധ്യമല്ലാത്ത തരം അപകടകരമാണ് എന്ന് പറയുന്ന വാദത്തിനാണ് ഞാൻ ഖണ്ഡിക്കാൻ പോകുന്നല്ല. അത് നമ്മൾ പറയും, നിങ്ങൾ പറയില്ലേ ഇത് സ്ഥാപിക്കപ്പെടാൻ പറ്റില്ല എന്ന്, അതിനോട് ഞാൻ യോജിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല. ഒരു യുക്തിരഹിത വാദമായ ഈ ഇസ്ലാം വിരോധം, അതാണ് ഞാൻ ഈ പറയുന്നത്. യുക്തിവാദികളോട് സംവദിക്കാം, അതല്ല യുക്തിരഹിതമാണ് ഇവരുടേത്. ഇവർക്ക് എന്തും പറഞ്ഞ് പറയട്ടെ, ഒരു മിനിറ്റ്, എന്തും പറഞ്ഞ് അവർ പറയുന്ന വാദത്തെ സ്ഥാപിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് അവർക്കുള്ളത്. അവർക്ക് ഇസ്ലാം എന്നുള്ള പ്രത്യയശാസ്ത്രത്തെ ചിത്രവാദം ചെയ്യാന്നുള്ളൂ. ഞാൻ പറയുന്നത് അവർ പറയുന്ന വാദത്തെ താങ്കൾക്ക് പ്രമാണങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രം മതി ഇവർ പറയുന്നതിനെ നിഷേധിക്കാൻ. അത് അടിസ്ഥാനമാക്കി ബാക്കി നിങ്ങളുടെ ബോധ്യവും യുക്തിയും മറ്റുള്ള കാര്യങ്ങളും
തെളിവുകളും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത് അതായിരിക്കും ഇതിനേക്കാൾ കൂടുതൽ ഗുണം ചെയ്യുക. ഇവിടെ റിയാലിറ്റി നമ്മൾ കണ്ടു കാണുന്ന ഈ അവസ്ഥ ഉണ്ടല്ലോ, ഇസ്ലാം എല്ലാ മതങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്, കൊടുത്തു വാങ്ങലുകളുണ്ട്, എല്ലാ മതങ്ങളിലും ഉണ്ട്. അത് നമ്മുടെ പള്ളികളൊക്കെ സ്ട്രക്ചർ കണ്ട് പരിശോധിച്ചാൽ അറിയാൻ പറ്റും. നമ്മുടെ ഈ ഭാരതീയ അതേ കേരളീയ വാസ്തുശില്പ നിർമ്മാണ പദ്ധതിയിലാണ് വരുന്നത്. ഇവരെ ഗണ്ണിക്കുന്ന ഒരു ചാനലുണ്ട്, അത് നിങ്ങൾക്ക് അറിയായിരിക്കും, അൺമാസ്കിംഗ് അനോമലീസ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ടല്ലോ, അബ്ദുള്ള ബാസിലി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സെലഫി ആളുകൾ. ഇവർ വേറെ ഒന്നുമില്ല ഇവരൊക്കെ. പിന്നെ ഈ മുഹമ്മദ് ഈസ പെരുമ്പാവൂരും മറ്റേ ഇവരൊക്കെയാണ്, അവർക്ക് സെൽഫി ആശയത്തോട് യോജിച്ച് നിൽക്കുന്നതാണെന്ന് ഞാൻ കരുതുന്നത്. അവിടെ ഒരു ചെറിയൊരു ഇവരൊക്കെ കൺവേർട്ടഡ് ആയ ആളാണ്. പിന്നെ നമ്മുടെ മുഹമ്മദ് ഈസനെ എനിക്കറിയാം, വ്യക്തിപരമായിട്ട് അറിയാം, ബന്ധപ്പെടാറുണ്ട്. അദ്ദേഹത്തിന്റെ ശൈലി മറ്റൊന്നാണ്. അല്ല, ഈ അൺമാസ്കിംഗ് അനോമലിസം അതുപോലെയുള്ള ആളുകളുടെ ഒരു അതെന്താ പ്രശ്നം? എന്താ പ്രശ്നം കിടക്കുന്നറിയോ? ഇതിലോ ഐക്യമുള്ള ആളുകളാണ് അതിൽ വന്ന് നിൽക്കുന്നത്. അബ്ദുള്ള ബാസിൽ മുതലായാലും സമ്മദ് ഷൗൽ അമീദ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുത്തരൊക്കെ വരാറുണ്ട്. അറിയാം. ഇവർ ഷൗൽ അമീദ് ഒരു പരിധിവരെ ഓക്കെ ഞാൻ പറയും. ഈ അല്ലല്ല, അവർക്കൊരു ലക്ഷ്യമുണ്ട്. അവർക്ക് ആയിക്കോട്ടെ, ലക്ഷ്യം എന്താണ് ലക്ഷ്യം? ഇവരെ തോൽപ്പിക്കുക എന്നതിനൊപ്പം മറ്റൊരു കാര്യം കൂടി അതിന്റെ ഒപ്പം നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഇതിൽ പറയാനൊക്കെ പരിമിതിയുണ്ട് സാഹിബ്. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. ഇതില് നേരത്തെ ഒരു സഹോദരൻ താങ്കളോട് പറഞ്ഞ അതേ തന്നെയാണ് എനിക്ക്. ഒന്നും എന്റെ മേഖല അല്ല അത്. ഞാൻ പരിശുദ്ധ ഖുർആനും ഹദീസും അടിസ്ഥാനമാക്കിയിട്ട് പിന്നെ ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇസ്ലാമിനെ പൗരോഹിത്യം വളരെ 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 മോശമായ ഒരു നിലയിലാണ് ഇപ്പൊ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. അതിൽ നിന്നിട്ട് നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് യുക്തിരഹിത വാദമായ ഇസ്ലാം വിരോധികളോട് സംസാരിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾക്കും നമുക്ക് മറുപടി ഇല്ലാതിരിക്കും. എന്നാൽ അവര് പറയുന്നത് എന്തെന്ന് വെച്ചാല്, നിങ്ങൾക്ക് റഹ്മത്തുള്ള കാസിമിയും പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും അല്ലെങ്കിൽ അൻസാരി സൂരിയൊക്കെ പറയുമ്പോൾ ചോര തിളക്കുന്നുണ്ടല്ലോ. ഈ ചോര തിളക്കല് ഈ രവിചന്ദ്രനും ആരും തിരുവോത്തും പറയുമ്പോ ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ട്? ഇപ്പോഴല്ലേ പോയിന്റിക്ക് വന്നത് ഇല്ലേ? പോയിന്റിക്ക് വന്നത് ഞാൻ ഇവരാരും പിന്തുണക്കുന്നില്ല. ഞാൻ മുസ്ലിം ആണെന്ന് പറയുന്ന ആളുകളാണ് ഇവരൊക്കെ. ശരി 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 ഓക്കെ. ഇപ്പൊ മുസ്ലിം സാഹിബ് പോയിന്റിലേക്ക് വന്നു. ഇവരൊക്കെ പറയുമ്പോ എനിക്ക് രക്തം തിളക്കുന്നു, അവർ പറയുമ്പോ എന്തുകൊണ്ട് രക്തം തിളക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ അതിനുള്ള കറക്റ്റ് മറുപടി ഈ സംസാരത്തിൽ പറഞ്ഞു കഴിഞ്ഞു. വിശ്വാസം എന്നുള്ളതാണ് ഇസ്ലാം. ഇസ്ലാമിനെ നേരത്തെ പറഞ്ഞ ആ യുദ്ധങ്ങളുണ്ടല്ലോ. അപ്പോ ഒരു മിനിറ്റ് 16-ാം നൂറ്റാണ്ടിലെ കുരിശ് യുദ്ധം പരാജയമാണോ വിജയമായിരുന്നോ? നിങ്ങൾ അടിസ്ഥാനത്തിലേക്കും അസലിലേക്കും വാ. എന്തുകൊണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. 16-ാം നൂറ്റാണ്ടിലെ കുരിശ് യുദ്ധം വിജയമായിരുന്നോ പരാജയമായിരുന്നോ? കുരിശ് യുദ്ധം പരാജയമായിരുന്നു ഞാൻ ചോദിക്കുന്നത്. മുസ്ലിം പക്ഷത്തുനിന്ന് സ്പെയിൻ എന്ന് പറയുന്ന ഇസ്ലാമിക് രാജ്യം തകർന്നത് എന്തിന്റെ പേരിലാണെന്നറിയോ നിങ്ങൾക്ക്? നമ്മൾ നഖം വെട്ടുമ്പോ ചെറുവിരൽ മുതൽ, ഇടത് കൈയിന്റെ ചെറുവിരൽ മുതലാണോ അതോ വലത് കൈയിന്റെ തള്ളവിരൽ മുതലാണോ വെട്ടിത്തുടങ്ങേണ്ടത് എന്ന ചർച്ചയായിരുന്നു സ്പെയിനിന്റെ തകർച്ചയ്ക്ക് തുടക്കമിട്ടൊരു കാരണം എന്നുള്ളത്. ഇസ്ലാമിക വീക്ഷണത്തിന്റെ, ഇസ്ലാമിന്റെ ശത്രു മുസ്ലിങ്ങൾ തന്നെയാണ്, യുക്തിവാദികൾ എന്നുള്ളത്. എന്നോട് ഒരു പറയട്ടെ. ഗുജറാത്ത് കലാപം ഉണ്ടായത് മുസ്ലിങ്ങൾ ഇസ്ലാമിന്റെ ബന്ധാവിൽ നിന്ന് വ്യതിചരിച്ചത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അക്കീം അസ്ഗരി കാന്തപുരത്തിന്റെ മകന് BJP സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയാണെന്ന് എനിക്ക് മനസ്സിലാവും. അല്ലാതെ നമ്മുടെ പ്രശ്നം കൊണ്ട് തന്നെ നമുക്ക് അല്ലാതെ ആക്കി തരികയാണെന്നാണ് പറഞ്ഞത്. മുജാഹിദിന്റെ ഒരു വിഭാഗം, മുജാഹിദിന്റെ നമ്മുടെ ഡോക്ടറൊക്കെ പ്രവർത്തിക്കുന്ന വിഭാഗം പറഞ്ഞത്, ബൈത്തുൽ മുഖദ്ദസ് നഷ്ടപ്പെട്ടാലും നമ്മൾ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യരുത്. അവരും നമ്മുടെ ശത്രുക്കളാണ്, ജൂതന്മാരും നമ്മുടെ ശത്രുക്കളാണ്. ശത്രുക്കൾ കൊണ്ട് ശത്രുക്കൾ നശിക്കട്ടെ എന്നാണ് പറഞ്ഞത്. മനസ്സിലല്ലേ? ഈ ഇത്രയും അപകടകരമായ വാദം ഈ സെലഫി വിഭാഗവും കാന്തപുരത്തിന്റെ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. കാന്തപുരത്തിന്റെ മകൻ പറഞ്ഞത് ഗുജറാത്ത് കലാപം നമ്മുടെ നമ്മുടെ കയ്യാൽ ഉണ്ടായതാണ്, നമ്മുടെ പ്രശ്നം കൊണ്ടാണ് അള്ളാഹു ഇറക്കിയ അദാബാണെന്നൊക്കെ പറയുന്ന ന്യായീകരണങ്ങളുണ്ടല്ലോ. അതേപോലെ ഫലസ്തീനെ ബൈത്തുൽ മുഖദ്ദസ് നഷ്ടപ്പെട്ടാലും നിങ്ങളൊരു വലിയ താടി വെച്ച മൗലവി പറഞ്ഞാണ്, ഞാൻ അയാളുടെ പേര് പറഞ്ഞതാ, ചുയിലി മൗലവി.
അയാൾ പറഞ്ഞെന്നറിയോ, പാലസ്തീന് നമ്മുടെ ശത്രുക്കളാണ്, യൂതർ നമ്മുടെ ശത്രുക്കളാണ്, അള്ളാഹു ശത്രുക്കളെ നശിപ്പിക്കട്ടെ എന്താണ് ഇത്രത്തോളം അപകടകരമായ വാദം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ സുന്നി ആശയപ്രകാരം ജീവിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഒരു ദഗയിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ആരിഫ് ഹുസ്നയും ഈ പബ്ലിക്കിന്റെ മുന്നിൽ വന്നിട്ട് ഇസ്ലാമിനെ തേജോവധം ചെയ്യുമ്പോൾ എന്തുകൊണ്ട് സാധ്യം? ഞാൻ പറയുന്നതാ, നിങ്ങൾ ഡെത്തിലേക്കൊന്നും പോകണ്ട, അങ്ങനെ സ്ഥാപിക്കാൻ സാധിക്കില്ല എന്നെങ്കിലും പറയാം മിനിമം. അങ്ങനെ പറഞ്ഞു ഒഴിവാ ഇത് ഇസ്ലാം യുക്തി സഹമായ അഥവാ യുക്തിപരമായ ഒരു മതമല്ല എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. അത് തെറ്റുന്നില്ല. അത് എനിക്ക് തോന്നാറുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യാനേ പറ്റൂ. ഇതിനോട് ക്വസ്റ്റ്യനിങ് ഡോഗ്മ എന്നൊക്കെ പറയില്ല ഇംഗ്ലീഷിൽ, ആവൂന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ഇസ്ലാം അങ്ങനെ യുക്തിഭദ്രമല്ല പല കാര്യങ്ങളാലും. കൾച്ചറലി ഫോളോ ചെയ്യുന്ന കുറെ കാര്യങ്ങളും നമ്മൾ ഇപ്പോൾ പിന്തുടരുന്നുണ്ട്. അപ്പൊ അതേസമയം നിങ്ങൾ ഈ വിഷാത്മകമായി ഈ പബ്ലിക്കിന്റെ മുന്നിൽ ഇസ്ലാമിനെ ഇങ്ങനെ വലിച്ചു കീറുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നും തോന്നാതിരിക്കുന്നത് ഈ ആക്ടിവിസ്റ്റുകളെ കുറിച്ച് പറയുന്നത്. നിങ്ങളൊരു ആക്ടിവിസ്റ്റ് ആയിട്ടാണ്, സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം നിങ്ങൾക്ക് ഇത് അവിടെ പറഞ്ഞതും രാമത്തുള്ള ക്ലാസ്സിൽ പറഞ്ഞതും അല്ലെങ്കിൽ പേരോട് പറഞ്ഞതും ഏതെങ്കിലും മുജാഹിദ് മൗലവി പറഞ്ഞതും ആര് പറഞ്ഞതായിക്കോട്ടെ, ഞാൻ നിങ്ങളുടെ വശം ചേർക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് പ്രശ്നമാകുന്നുണ്ടെങ്കിൽ ഇതിന് നിങ്ങൾ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമില്ലേ? സാഹിബേ, നിങ്ങൾ വിളിച്ചത് തന്നെ വിളിച്ച് സംസാരിക്കുമ്പോൾ പറയട്ടെ വിളിച്ച് സംസാരം തുടങ്ങി നിങ്ങൾക്ക് പോയിന്റിലേക്ക് നേരിട്ടായിരുന്നെങ്കിൽ നമുക്കത് ഉപകാരപ്രദമാകുമായിരുന്നു, നമുക്കൊന്നുകൂടി ഇരുന്ന് സംസാരിക്കാൻ ചെയ്യായിരുന്നു. ഇവിടെ അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. മൻസൂർ മണ്ണാർക്കാട് എന്ന ഞാൻ ഇപ്പോ പല ചാനലുകളിലൂടെ വീഡിയോ ചെയ്യാറുണ്ട്. ഇവിടെ വീഡിയോ ചെയ്യൽ തുടങ്ങിയിട്ട് ഒരു 5 വർഷത്തിന്റെ ഇപ്പുറമായിട്ടുള്ളൂ. അതിനു മുൻപ് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലായിട്ടൊക്കെ ഉണ്ട്. ഇതില് ഈ തരത്തിലുള്ള വീഡിയോകൾ ചെയ്യലും അത് രക്തം തിളക്കലൊന്നല്ല. ഇപ്പൊ എനിക്ക് എന്റേതായിട്ടൊരു ഇതുണ്ടാവുമല്ലോ. ഇവിടെ മണ്ണാർക്കാട് ഭാഗത്ത് ഇസ്ലാം വിട്ട് പല യുവാക്കളും അവര് മുസ്ലിം കമ്മ്യൂണിറ്റിക്കൊപ്പം ജീവിക്കുന്നുണ്ട്. പക്ഷേ വിശ്വാസത്തിന്റെ ഒരു ലാഞ്ചനയും അവരുടെ ഉള്ളിലില്ല. അങ്ങനെയുള്ള ആളുകൾ എസൻസിന്റെയും എക്സ് മുസ്ലിം ആളുകളുടെയും ഒക്കെ പ്രേക്ഷകരായി മാറുന്നതിന്റെ മെയിൻ കാരണം ആരിഫ് ഹുസൈൻ അല്ല, ലിയാഖത്ത് അലി അല്ല. മോഡറേറ്റ് ആളാണ്. ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം. അത് 2 ഭാഗമുണ്ട്. അടുത്ത ഫാസിസ്റ്റ് നിലപാട് നമ്മൾ പറയുന്ന അടുത്ത ഈ ജാതി വെറിയിൽ പോലെ ഇസ്ലാമിനെ വെറുക്കുന്ന ആളുകൾ ഒരു അതിൽ വരുന്ന ആ സ്ട്രീമിൽപ്പെട്ട ഒരാളാണ് തലതൊട്ടപ്പനാണ് നമ്മുടെ RC രവിചന്ദ്രനും ജബ്ബാറ് ജാമിദ ലിയാഖത്ത് നാസർ മടവൂരാന് ഒരു ഷരോൺ സഫി എന്നൊക്കെ പറഞ്ഞ ഒരുത്തനുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് 2 പക്ഷമുണ്ട്. ഇവർ തമ്മിൽ പിന്നിട്ട് പല കാരണങ്ങളാൽ ഭിന്നിച്ചിട്ടുണ്ട്. ചണ്ടുമായി ബന്ധപ്പെട്ടും ആശയപരമായി ബന്ധപ്പെട്ടും ഇവിടെ യുക്തിവാദികൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, കുറെ യുക്തിവാദികൾ ഈ കമ്മൻ കാലത്ത് മതവിശ്വാസം ഇല്ല നമുക്കറിയാം. ഓക്കെ, ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഈ ആരിഫ് ഹുസൈന് അല്ലെങ്കിൽ ഈ പറയപ്പെട്ട ഇന്ന് കേരളത്തിലുള്ള പ്രഗത്ഭ മതരഹിതവാദികൾ അല്ലെങ്കിൽ ഇസ്ലാം വിരോധികളുടെ ഒക്കെ സംസാരം, പ്രഭാഷണം, വീഡിയോ ഒക്കെ കേൾക്കുന്ന ആളാണ് ഞാൻ. അത് കേൾക്കുന്നത് അവരെന്താണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കാര്യം പറഞ്ഞില്ലേ, യുവാക്കളുടെ ഇടയിൽ യുവാക്കള് ഇസ്ലാമിക അസ്തിത്വ ഒരു കൾച്ചറൽ മുസ്ലിമായിട്ട് മാത്രം ജീവിക്കുന്ന ആളുകളുണ്ട്. മതപരമായി ഈമാനികമായിട്ടുള്ള വിശ്വാസമായിട്ടുള്ള ഒരു ഇതില്ലാതെ ഒരു വിശ്വാസപരമായ ഒരു അവരെ ബാധിക്കാത്ത രീതിയിൽ അത് ഇവര് ചെയ്തു വെച്ച പണിയാണെന്ന്. അതെ, നമ്മുടെ ആക്സിഡന്റ് തരുമ്പോൾ ഇത് പറഞ്ഞ മതത്തിൽ കുറെ പ്രശ്നങ്ങളുണ്ട്, ഇത് ഓൺലൈനായിട്ട് ഫോളോ ചെയ്യണ്ട എന്ന് പറഞ്ഞ് ഈമാൻ നശിപ്പിക്കാൻ കാരണമായിട്ടുണ്ട് കുറെ ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന് പറയട്ടെ, അങ്ങനെയുള്ള ആളുകളെ വീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഇപ്പോഴുള്ള യുവാക്കള്, നമ്മുടെ അനുജന്മാര്, അവരെ വീക്ഷിക്കാൻ പോകുന്നത് അവർ പറയുന്നത് എന്താണ് എന്ന് അതിന്റെ അപ്പുറം ഇപ്പുറം പ്രമാണങ്ങളെ അടിസ്ഥാനമാക്കി അതിനൊന്നും അവർ ശ്രമിക്കൂല. അവർ പറയുന്നത് അങ്ങനെ കേൾക്കും. ഇവർ പറയുന്നത് കേൾക്കാൻ ഇവർ പോകുന്നത് എന്തുകൊണ്ട്? ഇതാണ് എന്റെ ചോദ്യവും എന്റെ വീഡിയോകളുടെ ലക്ഷ്യവും. എന്റെ സമപ്രായക്കാര് അല്ലെങ്കിൽ അതിൽ താഴെയുള്ള ഒരുപാട് പയ്യന്മാർ അവർ എന്റെ അടുത്ത് ഏജ് ആണോ? 45. അപ്പോ ആ തരത്തിലുള്ള യുവാക്കള് അവര് വന്ന് എന്റെ അടുത്ത് ഒരു ദിവസം നടു റൂട്ടിൽ നിന്ന് പറയാണ്, ട്രാക്ക് സൂട്ട് താഴ്ത്തിയിട്ട് അവന്റെ പാന്റീസ് ഷഡ്ഡി വലിച്ചിങ്ങനെ പൊന്തിച്ച് കാണിച്ചിട്ട് അവൻ പറയാണ് മതം എന്നുള്ളത് ഇത്രേ ഉള്ളൂ. ഇപ്പോ ഇന്നവനെ കാണുമ്പോ, അത് പറയുന്നത് 2-3 വർഷം മുമ്പേ, ഇന്നവൻ
മുഴുവൻ ഉപേക്ഷിച്ചിട്ടുണ്ട്. ഒരു ഐഡിയാപരമായിട്ട് ഇവരോട് സംസാരിക്കുമ്പോൾ എന്തിന് ഈ പറയുന്ന ലിയാഖത്താവട്ടെ, ആരിഫ് ഹുസൈൻ ആവട്ടെ, അതുപോലെയുള്ള ആളുകളാവട്ടെ, അവർക്കൊക്കെ പറയുവാനൊരു കാരണം ഉണ്ടാവും. ഈ ലിയാഖത്ത് അലി എന്ന് പറയുന്ന അവർ 11 മക്കളോ 12 മക്കളോ ഒക്കെയാണ്. കോട്ടാപ്പാട് മണ്ണാർക്കാടാണ് ലിയാഖത്ത് അലിയുടെ വീട്. അയാളെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ അയാളുടെ സഹോദരന്മാരെല്ലാം എന്റെ അടുത്ത, അതായത് അത്രയും ബന്ധമാണ്. അയാളുടെ അനുജൻ സുഹൃത്താണ്, അതേപോലെ തന്നെ ജ്യേഷ്ഠന്മാരൊക്കെ. ഇയാളെ മാത്രമേ എനിക്ക് അറിയാത്തുള്ളൂ. ആ, അപ്പോ പറയൂ. ഞാൻ പറയാൻ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ, പണ്ട് നമ്മുടെ ഇത് മുഖ്യ ശത്രു ആരാന്നുള്ളതാണ് പ്രശ്നം. ഈ സിറ്റുവേഷനിലെ മുഖ്യ ശത്രു ആരാണെന്ന് നമുക്ക് ഈ സംഘപരിവാറിന്റെ പ്രശ്നം, ഇവർ ഈ ഇടതുപക്ഷത്തെ പോയി നമ്മൾ യുക്തിവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മുസ്ലിം വിഭാഗം പോലും ഉണ്ടായിരുന്ന സമയത്ത്, കാരണം ഇവര് ടാർഗറ്റ് ചെയ്യുന്നത് ഈ ഇവിടുത്തെ വലതുപക്ഷത്തെയും ഇവിടുത്തെ ഈ തീവ്ര ഈ RSS നിലപാടുള്ള ആളുകളുടെ നിലപാടുള്ള ആളുകളെ. മുഹമ്മദ് മുസഫ് സാഹിബേ, ഞാൻ വർഷങ്ങളായിട്ട് രാഷ്ട്രീയത്തിലും സംഘടനയിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ആളാണ്. വർഷങ്ങളായിട്ട് പഠനം നടത്തുന്ന ആളാണ്. അതിനേക്കാളൊക്കെ മുമ്പേ ഇത് സംസാരിച്ചു കഴിഞ്ഞാൽ എവിടെ എത്തൂല. അതുകൊണ്ട് പറയണേ, ഈ യുക്തിവാദികൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് അവർ സംസാരിക്കുകയാവട്ടെ, പാടുകയാവട്ടെ, കുരക്കുകയാവട്ടെ, അത് മനുഷ്യ സമൂഹത്തിന് അതുകൊണ്ട് എന്ത് നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്? അത് ഞാൻ പറയുന്നത് ഇവിടെ മനുഷ്യ സമൂഹം എന്ന് പറഞ്ഞ മുസ്ലിം എന്നല്ല. എന്ത് നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്? കുട്ടികളുടെ ഈമാൻ ഡൈലൂട്ട് ചെയ്തു. ഏത് കുട്ടികളുടെ ഈമാൻ ഡൈലൂട്ട് ചെയ്തു? അതിന് ചെയ്യാനുള്ളത് ഒറ്റയടിക്ക് വിശ്വാസം എന്ന് പറയുന്ന സാധനത്തെ, ഇവിടെ 33 കോടി ദൈവങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഇവിടെ സ്ത്രീത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഇവിടെ ഏകദൈവ സിദ്ധാന്തം വെച്ചിട്ട് 33 കോടിയിൽ അപ്പുറം ഉള്ള സാധനങ്ങളെയും കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ഇസ്ലാം എന്താണ്? ഇസ്ലാമിന്റെ ഐഡിയോളജി എന്താണ്? അത് മുസ്ലിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ള. നിങ്ങൾക്ക് ഇബ്രാഹിം നബിയുടെ ദഅവത്തും നൂഹ് നബിയുടെ ദഅവത്തും 2 ദഅവത്ത് കൂടി ഒത്തിണങ്ങിയതാണ് മുഹമ്മദ് നബിയുടെ ദഅവത്ത്. എനിക്ക് 2 ദഅവത്തിന്റെ മേഖലയും അറിയാം. ഞാൻ ഇബ്രാഹിം നബിയുടെ ദഅവത്തല്ല സ്വീകരിച്ചിട്ടുള്ളത്, നൂഹ് നബിയുടെ ദഅവത്താണ്. ഞാൻ ആദ്യം ചോദിച്ചു നിങ്ങളുടെ ബേസ് എന്താണെന്ന് ചോദിച്ചു. നിങ്ങളിപ്പോ സൗദിയ പറഞ്ഞത് പഠനം നടത്തുക എന്നുള്ളത് ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ള ഒരു നിരന്തരമായി എന്നെ പ്രേരിപ്പിക്കുന്ന ഘടകമാണ്. കാരണം അങ്ങനെ വിട്ടാൻ പറ്റില്ല എന്നുള്ളത് തോന്നുന്നത്. സാഹിബേ, നിങ്ങൾ പഠനം നടത്തിയ മേഖല മറ്റൊന്നാണ്, ഞാൻ പഠനം നടത്തിയത് വേറൊന്നാണ്. ബഹുഭൂരിപക്ഷം ഇന്ന് അന്ധവിശ്വാസത്തിന്റെ ചെളിക്കുണ്ടിലേക്ക് തെറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്, കൊറോണ സമയത്ത് എല്ലാവരും ജോലിയില്ലാതെ വീട്ടിലിരുന്നപ്പോ, പ്രത്യേകിച്ച് ഒരു വീട്ടില് 4-5 മക്കളുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പഠിക്കാൻ മോശക്കാരനെയാണ് ദർസ് കൊണ്ടാക്കുക. 6, 7, 8 വർഷം ഒരു മുസ്ലിയാരുടെ അടുത്തിരുന്ന് ദർസോതി പഠിച്ച കുട്ടി പിന്നീട് പോകുന്നത്, പണ്ടൊക്കെ ബാക്കിയത്ത് സ്വാലിയാത്ത് അവിടെയൊക്കെ പോയിരുന്നത്, പിന്നെ പട്ടിക്കാട് ജാമിയ അല്ലെങ്കിൽ മർക്കസിലൊക്കെ പോയിട്ട് 2-3 വർഷം പഠിച്ചിട്ട് അവിടുന്ന് ഒരു ബിരുദെടുത്ത് വരികയാണ്. അവന് ഈ ഉസ്താദ് ആദ്യം പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സർഫനാഹു പഠിപ്പിക്കുന്നതിന് മുമ്പ് പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? ഉസ്താദിന്റെ മുമ്പിൽ മയ്യത്തിനെ പോലെ ഇരിക്കണം, അങ്ങോട്ട് എന്ത് പറഞ്ഞാലും ഒന്നും മിണ്ടരുത്, അങ്ങോട്ട് എന്ത് ചെയ്താലും ഒന്നും ചെയ്യരുത് എന്ന് പറയുന്ന ആ ഒരു കൗമ്, ഒരു പ്രത്യേക മെന്റാലിറ്റിയില് അവരുടെ ആ ഒരു ലോകത്ത് കൂടെ ഈ മനുഷ്യ സമൂഹം അവരെ ഒരു പൗരോഹിത്യവൽക്കരിച്ചുകൊണ്ട് അവർ പലതരത്തില് കോവിഡ് കാലഘട്ടത്തിൽ വീട്ടിലിരുന്ന് യൂട്യൂബിലൂടെ പറഞ്ഞു വെച്ച CM മടവൂർ ഉന്തിത്തള്ളുന്ന ലോകത്തിനെയൊക്കെ പറഞ്ഞപ്പോ, ഇവിടെ ഉള്ളതിനെ നേരാക്കുകയാണോ വേണ്ടത്? അതോ ഒരു ഗുണമല്ല, അതുകൊണ്ട് ഒരു ഉപദ്രവം എന്റെ കണ്ണിലില്ല. ഇത് പ്രശ്നം കിടക്കുന്നറിയോ? ഈ പണ്ട് കഴിഞ്ഞ് ഞാൻ ജോലി ചെയ്യുന്നത്, ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന സമയത്ത് എന്റെ ലോകത്തില് ഒരു റിസപ്ഷനിസ്റ്റ്, എനിക്ക് രാത്രി ഡ്യൂട്ടി ആണെങ്കിൽ ഞാന് വെള്ളിയാഴ്ച ജുമാസ്കരിക്കുന്ന സമയത്ത് എനിക്ക് ഉറക്കമുള്ളതുകൊണ്ട് ഞാൻ നേരത്തെ തുടങ്ങിയതുകൊണ്ട് എനിക്ക് ആ സമയത്ത് എണീക്കാൻ പറ്റും. അപ്പൊ അദ്ദേഹം ഒരു കുറി തൊട്ട് തിലക ടീച്ചറില്ല, അത് വെച്ച ഒരാളാണ്. അതെന്റെ വാർത്തകൾ വന്ന് മുട്ടിയിട്ട് പറയുന്നത് നിസ്കരിക്കാൻ സമയം നമ്മളെ കണ്ണടിയിലെ പറഞ്ഞ കുമാർ എന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ ഓക്കെ, ഞാൻ മനസ്സിലാക്കി ഇയാൾ ഇതിനെ സ്ഥിതിയെന്ന് എനിക്ക് തോന്നിയെങ്കിലും അയാളുടെ മനസ്സിലാക്കിയ കാര്യം വെച്ചിട്ട് നിസ്കാരം ഒരു മുസ്ലിമിന്റെ ഫറലാണെന്നൊക്കെ പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നത്. 2 വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ മനസ്സിലാക്കുന്ന കാര്യം
അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നത് ഇത്രത്തോളം അശ്ലീലമായ, ഇത്രത്തോളം നിന്ദ്യമായ ഒരു മതം, നിഷ്കരിക്കാത്തവരാണ് നല്ലത് എന്നുള്ള ഒരു ഒത്തുതീർപ്പിലേക്ക് അയാൾ പോയി. നിഷ്കരിക്കുന്നവരാണ് നല്ലത്, ഇപ്പൊ നല്ലത് മുസ്ലിംസിന്റെ നിസ്കാരം റിച്വൽസ് ഫോളോ ചെയ്ത് എക്സസൈസ് ചെയ്യുന്ന ആളുകളാണ് നല്ലത്. അതേസമയം ഇസ്ലാം ഇത്രത്തോളം വെനോമസ് ആണ്, ഇത്രത്തോളം വിഷലിപ്തമാണ്, അതുകൊണ്ട് ഇസ്ലാം ഫോളോ ചെയ്യാത്തവരാണ് നല്ലത് എന്നുള്ള തീർപ്പിലേക്ക് അയാൾ പോയത് ഇങ്ങനത്തെ ഇന്ന് പരക്കെ ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾ ശരിവെക്കുന്ന ഒരു കാര്യമാണ്. മനസ്സിലാക്കി, നിങ്ങൾ ഒന്നുമില്ല എന്ന് പറയരുത്. ഇത് വന്നപ്പോ നമ്മുടെ ഒരു പ്രൊപ്പഗണ്ട സിനിമ വന്നില്ല, കേരള സ്റ്റോറി വന്നപ്പോ എന്താ ഉണ്ടായെന്ന് അറിയാം. നിങ്ങൾ യുപിയിലും ബീഹാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇത് കാണുന്ന ആളുകളെ പറ്റി പറയുന്നു. ഫ്രീ എടുത്തിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ഓരോ ഓർഗനൈസേഷന് ഹൗസ്ഫുള്ളായിട്ട് ഓടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കേരളം, കർണാടക, തമിഴ്നാടിലും എല്ലാവരും സക്സസ് ആയില്ല. അങ്ങോട്ട് വന്നിട്ട് ഇവർ കണ്ടിട്ട് എന്താ പറയുന്ന അറിയോ, ഇവൻ മുസ്ലിം കേരളക്കാരോട് പറയുന്ന കൂടാ ദൂർ രഹോ, അവന്റെ അടുത്ത് വല്ലാതെ വറ്റാൻ പോകണ്ട. ഇപ്പൊ കണ്ടിട്ട് ഒന്നും സാധിക്കുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നതോറും മോശം തോന്നുന്നു. കാരണം ഈ പ്രൊപ്പഗണ്ട സിനിമയിൽ പോലും ദൂർ രഹോ, അവന്റെ നിന്ന് കുറച്ച് ദൂരം പാലിച്ചോ, കാരണം അവൻ ഭയങ്കര ഖത്തർനാക്കാണ്, ഡേഞ്ചറസ് ആണെന്ന് ഇവര് മനസ്സിലാക്കുന്നുണ്ട്. ഇത് മറ്റു മതങ്ങളിൽ ഉണ്ടാക്കുന്ന സ്വാധീനം നമുക്ക് കാണാതിരുന്നുകൂടാ. അതാ ഞാൻ പറയുന്നത്. മുസ്ലിംസിന് മാത്രമല്ല പ്രശ്നം, മുസ്ലിം ബാങ്ക് അവർ സത്യസന്ധമായിട്ട് വിശ്വസിക്കുകയാണ്. ഈ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, ഇത് ഇവിടെ ഇസ്ലാം അത്ര അപകടകാരികളല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് വെറുപ്പിന് വേണ്ടി ഉണ്ടാക്കുന്നവരേക്കാൾ അപകടകാരികളാണ്. ഇന്നസെന്റ് ആയ ആളുകൾ ഇത് സ്വാധീനിക്കപ്പെട്ടുകൊണ്ട് കടുത്ത ഇസ്ലാം ഭയങ്കര ഡേഞ്ചറസ് ആയ ഒരു മതമാണ്, ഇസ്ലാം ഇവിടെ നിലനിന്നാൽ പല പ്രശ്നങ്ങളും. ഇപ്പൊ സുഡാപ്പി പറഞ്ഞ ഈ SDP പറഞ്ഞെന്തേ 2049 ആകുമ്പോൾ ഇന്ത്യ ഇസ്ലാമിക് രാജ്യമാകും. ഇതാവില്ല എന്ന് ബുദ്ധിമാന്മാർക്കൊക്കെ അറിയാം. പക്ഷെ നിഷ്കളങ്കര വളരെ നെയ്വായിട്ടുള്ള ആളുകള് ഇത് ഇതിങ്ങനെ വരാൻ പോകുന്നത് നമ്മളൊക്കെ അപകടത്തിലാണ്, ഹിന്ദു അക്രമെന്ന് പറയും, ഹിന്ദു അപകടത്തിലേക്ക് പോവുകയാണ്, ഹിന്ദു അപ്പൊ അത് നിങ്ങൾ പറയുന്നത് വളരെ നിഷ്കോണം, ഇതിനൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, ഇതിന്റെ ഇമ്പാക്ട് ഒന്നും പ്രായശേഷി കുറവാണെന്നൊക്കെ നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കാത്തതാണ്. പിന്നെ ഓക്കെ, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ പറയുന്നത് താങ്കൾക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ്. ഇസ്ലാം എന്നുള്ള ആ ഒരു ഐഡിയോളജിനെ സെമിറ്റിക് മതങ്ങളുടെ കൂട്ടത്തിലാണോ കൂട്ടിയിട്ടുള്ളത്? ആണോ? എങ്ങനെ? ഞാൻ അതിനൊരു ഡിബേറ്റബിൾ ആണ്. കാരണം ഈ ജൂതന്മാർക്കെതിരെ മുസ്ലിങ്ങളുടെ ഈ ടെററിസം ആന്റിസെമിറ്റിക്കും പറയുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ചോദിച്ചത്, നിങ്ങൾ അബ്രാമിക് റിലീജിയസ് എന്ന് പറയുന്നത് ഈ സെമിറ്റിക് ആണ്, ഇസ്ലാം സെമിറ്റിക് ആണ്, അതിന്റെ സ്വഭാവങ്ങളൊക്കെ ഫീച്ചേഴ്സ് ഒക്കെ ഇസ്ലാമിനുണ്ട്. ഓക്കെ, ഇസ്ലാം എന്നുള്ളത് ഈ വമാ ഖദറുല്ലാഹി ഹഖ ഖദറിഹി എന്തോ ആണ് ഖുർആൻ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കണം എന്നുള്ളൊരു ആയത്തുള്ളത്, മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കണം എന്നുള്ളത്. ഈ ജൂതൻ എന്ന് പറയുന്ന യഹൂദി, യാക്കൂബ് നബിയുടെ പരമ്പര, അങ്ങനെയുള്ള ആ ഒരു ടീം, അവര് ഒരു വേറെ മതമാണ്, ക്രിസ്ത്യാനിറ്റി വേറൊരു മതമാണ്, ഇസ്ലാം വേറൊരു മതമാണ് എന്നാണോ നിങ്ങൾ ധരിച്ചിട്ടുള്ളത്? അതാണ് കാര്യം. ഈ സെമിറ്റിക് മതങ്ങളുടെ ഒക്കെ കുറച്ചും കൂടി മുന്നേക്ക് നൂഹ് നബിയുടെ ആദ്യത്തെ റസൂൽ നൂഹ് നബിയാണ്. നൂഹ് നബി ദഅവത്ത് തുടങ്ങിയത് തെർബിയത്തിന്റെ ഭാഗമാണ്, വ്യതിചലിക്കുന്നവർക്കാണ് ആ ഒരു ദഅവത്ത് കൊടുത്തിരുന്നത്. ഇനി ഒരു കാര്യം, അവിടുന്ന് വന്നിട്ട് നേരെ പ്രവാചകന്റെ കാലത്ത് വന്ന പ്രവാചകൻ മക്ക മണലാരണ്യത്തിൽ 40-ാം വയസ്സില് മക്ക നിവാസികളെ ഇങ്ങോട്ട് വരൂ, ആ മലയുടെ അപ്പുറത്ത് നിന്നൊരു സൈന്യം നമ്മെ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ മക്ക നിവാസികൾ പറയുന്നുണ്ട്, തീർച്ചയായും മുഹമ്മദ് നിങ്ങൾ അല്ലമീനാണ്, ഞങ്ങൾ വിശ്വസിക്കുന്നവരുണ്ട്, എന്നാൽ ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. അപ്പോ അവിടെ രണ്ട് ചേരിയായി, ബഹുഭൂരിപക്ഷം എതിർപക്ഷത്തും വളരെ ന്യൂനപക്ഷമായ വിരലിലെണ്ണാവുന്ന ആളുകളാണ് പ്രവാചകന്റെ ഒപ്പം ഉണ്ടായിരുന്നത്. അതിനുശേഷം പ്രവാചകൻ അവരുടെ വിശ്വാസത്തെയാണോ എതിർത്തത്, അതോ ഏകദൈവ വിശ്വാസം ഇന്നതാണ് എന്ന് വിശദീകരിക്കുകയാണോ ചെയ്തത്? ഇവിടെ സംഭവിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇവിടെ നിങ്ങൾ പറയുന്ന അതെന്തെന്നറിയാവോ, എല്ലാ ചില സർവമത സത്യവാദം ഏറ്റവും പിഴച്ചൊരു സിദ്ധാന്തമാണത്. ഓക്കെ, നിങ്ങൾക്ക് അവിടെയെങ്കിലും എത്തിക്കാൻ കഴിയുമെന്ന് എന്റെ ചോദ്യമാണ്. ഇല്ല, അവിടെയെങ്കിലും ഈ നവനാസ്തികരോട് പറഞ്ഞു നിർത്താൻ കഴിയുമോ? ഇല്ല, എനിക്ക് കഴിയുന്നില്ല. നിങ്ങൾ
അതാണ് ചോദ്യം. ഇതാണ് ഞാനിപ്പോ ചെയ്യുന്നത് വ്യവസ്ഥ വെച്ച് എല്ലാ മതങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. ഇല്ല, ഒരു മതത്തിലും പ്രശ്നമില്ല, ഒരു മതത്തിലും പ്രശ്നമില്ല. ഇല്ല സാഹിബ്, നിങ്ങൾ അടിസ്ഥാനത്തിലേക്ക് വരൂ, അസലിലേക്ക് വരൂ. ഞാനിവിടെ ഒരു മതത്തെയും വേറിട്ട് കാണുന്നവനല്ല, മനുഷ്യനായി കാണുന്നവനാണ്. മൻസൂർ സാഹിബ്, ഞാൻ പറയുന്നത് ഇവരോട് സംവദിക്കാനുള്ള വ്യവസ്ഥ വെക്കാനുള്ള ഇസ്ലാം ഇവിടെ നിലനിൽക്കാൻ അർഹതയുള്ള. എന്റെ സാഹിബ്, നിങ്ങൾ റോങ്ങാണ് സംസാരിക്കുന്നത്. ഇസ്ലാമിനെ നിലനിർത്തേണ്ടവർ മുസ്ലിങ്ങളല്ല, ഈ ദീന് സംരക്ഷിക്കുന്ന. ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം, തെറ്റിദ്ധരിക്കരുത്, അഹങ്കാരം പറയല, സത്യസന്ധമായിട്ട് പറയണം. നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല ഞാൻ എന്നുള്ളത് പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനുശേഷം ഒരു കാര്യം പറയുന്നു, ഇസ്ലാമും ജൂതായുസവും തമ്മിലുള്ള സിമിലാരിറ്റി എന്തൊക്കെയാണെന്നുള്ളത് വിശദീകരിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ബദ്ധവൈരികളാണ് മുസ്ലിങ്ങളും ജൂതന്മാരും. എന്നാൽ ഇവർ രണ്ട് കൂട്ടരും ഫോളോ ചെയ്യുന്നത് ഒരേ വിശ്വാസമാണ്. അതിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജൂതമതസ്ഥരെ അവർ വിശ്വസിക്കുന്ന അവരുടെ ദൈവദൂതന്മാരോ അങ്ങനെയുള്ള ആളുകൾ അതിനുശേഷം പൗരോഹിത്യത്തിനെതിരെ വന്ന ഈസബിന് മറിയമിനെ മാത്രം അവർ അംഗീകരിച്ചില്ല. ഈസബിന് മറിയം വന്നു, ഈസബിന് മറിയം അവിടെ ദേവത്ത് നടത്തി. അതിനുശേഷം പിന്നീട് വരുന്നത് ഈസാ നബിയുടെ പിന്മുറക്കാരല്ല, പിന്നീട് അവിടെ ആ ഒരു മതത്തിന്റെ ആളുകളായിട്ട് വരുന്നത്. അതിനെ കുറിച്ച് നമ്മൾ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് മുഹമ്മദ് നബി പ്രവാചകനായപ്പോ ക്രിസ്ത്യൻ സഹോദരങ്ങളും ജൂത സഹോദരങ്ങളും ഇസ്ലാമിനെ അംഗീകരിച്ചില്ല. പക്ഷെ ഇത് മൂന്നും എടുത്ത് മനുഷ്യന്റെ കൈകടത്തലുകൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അനിൽ അയ്യപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളുണ്ട്. നിങ്ങൾ വേറെ ഏതൊക്കെയെ പറഞ്ഞു പോവുകയാണ്, നിങ്ങൾ വേറെ ഏതൊക്കെയെ പറഞ്ഞു പോകുക. ദയവചായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങൾ ഒന്നുകിൽ നിങ്ങളുടെ പോയിന്റ് എന്താണ്, ലക്ഷ്യം എന്താണെന്ന് പറയുക. അതെ ഞാൻ പറയട്ടെ. ഞാൻ ഇത്രയും നേരം പറഞ്ഞു മതങ്ങളെ താരതമ്യ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു വിദ്യാർത്ഥിയാണ്, നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹൈന്ദവ സഹോദരങ്ങളുടെ അസൽ എന്താണെന്നാണ് ഞാൻ പഠിക്കുന്നത്, ക്രിസ്ത്യാനിറ്റിയുടെ അസൽ എന്താണെന്നാണ് പഠിക്കുന്നത്. ഇവരൊന്നും വേറെയല്ല. യാ യുവന്നാസ് എന്ന് പറയുന്നത് ഈ മനുഷ്യരുടെ മുഴുവൻ പരബ്രഹ്മം എന്നോ അല്ലെങ്കിൽ ബ്രഹ്മാണ്ടം മുഴുവൻ ഗർഭം ധരിച്ച ഹിരണ്യ ഗർഭസ്ഥനായ ഒരു പോസിറ്റീവ് എനർജി, അത് തന്നെയാണ് യാഹുവേ എന്ന് പറയുന്നതും യഹോവ എന്ന് പറയുന്നതും പരബ്രഹ്മം എന്ന് പറയുന്നതും ബ്രഹ്മത്തെക്കുറിച്ച് പഠിക്കണം. അപ്പോ ഞാൻ ഒരു മതത്തിന്റെ വക്താവ് എന്നുള്ളതല്ല, അന്ധവിശ്വാസങ്ങൾക്കെതിരെയാണ് ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറയുന്ന മേഖല അറിയാത്തത് കൊണ്ടല്ല, തൽക്കാലം അത് നിങ്ങൾ ഉദ്ദേശിച്ച ഒരു ലെവലിലേക്ക് എനിക്ക് പോകാൻ കഴിയില്ല. അതിനുള്ള അറിവും വിവരം വേണ്ടേ? എന്റെ പോകാൻ കഴിയില്ല. കാരണം ഖുർആനൊക്കെ എവിടുന്ന് വന്നാലും ചെയ്യുന്ന പോലെ എവിടുന്ന് വന്നാലും ആൻസറബിൾ ആണ്, പ്രിപ്പയർഡ് ആണ് ഞാൻ എന്നുള്ള രീതിയിലേക്ക് എത്തില്ല ഖുർആന്റെ ഹദീസിന്റെ കാര്യത്തില്. ആ കാര്യത്തിൽ ഞാൻ ലേമാനാണ്, ഞാൻ പ്രശ്നത്തിക്കുന്നത്. പക്ഷേ ഇവിടെ വ്യവസ്ഥ വെച്ചുകൊണ്ട് ഇവരൊക്കെ കൈ കൊടുത്തിട്ട് നിങ്ങൾ കാണുന്നുണ്ട്. ഒരു മിനിറ്റ് നിങ്ങൾ നിങ്ങൾ ഈ ഒരു കേരള ടവട്ടത്തിലൊരു ആരിഫ് ഹുസൈനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യല്ലേ? ഇത് ഒന്നുമല്ല എന്നുള്ളതാണ്. പഠനം നടത്തൂ നിങ്ങൾ. ഇതൊന്നുമല്ല, അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു ബൈക്കിന്റെ ബാക്കിൽ ഇരിക്കാനുള്ള ഒരാളെ കൂടി അവർക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല. നിങ്ങൾ എന്താണ് കരുതിയത്? നിങ്ങള് അനാവശ്യമായിട്ടുള്ള ഒരു വിഷയത്തെ കുറിച്ച്, അത് ഒരു വിഷയമേ അല്ല. എത്ര വർഷമായിട്ട് ഇവിടെ എത്തിസ്റ്റുകളുണ്ട്, ഉണ്ടാവണം. മതമുള്ളവനും ഇല്ലാത്തവനും ഒക്കെ അവന്റെ അഭിപ്രായങ്ങൾ പറയുവാനുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉള്ള രാജ്യമാണത്. അവർ പറയുന്നു. നിങ്ങൾ പറയേണ്ടത് കൈവറ്റിയ പോലെ ഇവിടെ ഒരു സാധ്യതയുണ്ടോ പരിശോധിക്കപ്പെടേണ്ടതല്ലേ? നാടകമാണ്. നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. സംവാദം എന്നുള്ളത് നാടകമാണ്. വാക്കുകൊണ്ട് പറഞ്ഞു ജയിക്കാൻ കഴിയുന്ന ആദർശമല്ല വിശ്വാസം എന്നുള്ളത്. ജാവേദക്കും ഷമാലിക്കും നടത്തിയ അത്
ജാവേദ് അക്തറും നമ്മുടെ ഷമായിൽ നബി എന്ന് പറയുന്ന ഞാൻ അങ്ങനത്തെ ആ ഒരു മേഖലയിലേക്ക് കാരണം എന്താണെന്ന് വെച്ചാല് ഞാൻ അറബിക് ഞാൻ അറബിക് സൗദി ചാനലിലൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾ പറയുന്ന മേഖല ഒന്ന് എന്റെ മേഖലയല്ല, അതിൽ കൂടുതലല്ല. ഒരൊറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അള്ളയില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ട്, അള്ളയില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഷിർക്കാണ്. ഈ രണ്ട് വാദത്തിന് വർഷം പതിറ്റാണ്ടുകളായി ഇവിടെ ചർച്ച തുടങ്ങിയിട്ട് എവിടെയെങ്കിലും എത്തിക്കണോ? അത് പറയട്ടെ. ഒരേ ദിശയിലേക്ക് തിരിഞ്ഞു നമസ്കരിക്കുന്ന, ഒരേ ബാങ്ക് കൊടുക്കുന്ന, ഒരേ ഖുർആൻ പ്രമാണമാക്കുന്ന, ഒരേ ഹദീസ് പ്രമാണമാക്കുന്ന ഈ സാധനം എടുത്തിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി, നിങ്ങൾ എക്സ്പേർട്ട് ആയിട്ടുള്ളത് ഈ ഒരു സബ്ജക്ട്, ഈ വിഷയത്തിലാണ് അല്ലേ? ഏതാ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് മുസ്ലിം മതാന്തര വിഭാഗങ്ങളെ തമ്മിൽ അങ്ങനെയൊന്നുമല്ല. ഞാൻ അല്ലാത്തതും പറയാറുണ്ട്. നിങ്ങൾ ഈ വിഷയം എന്റെ പരിധിയിൽ വരുന്നതല്ല എന്നാണ്, പ്രോഗ്രറ്റീവിൽ വരുന്നതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ? യുക്തിവാദികളുമായിട്ട് സംവാദ സാധ്യതയെ കുറിച്ച് ഞാൻ യുക്തിവാദികൾ എന്നുള്ളത് എന്റെ കണ്ണിലൊരു സംഭവമേ അല്ല എന്നുള്ളതാണ് ഇത്രയും നേരം പറഞ്ഞതിന്റെ ആകത്തുക. അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ മൂത്തോടത്തിന് അവരും സംവാദ സാധ്യമല്ല, അവരും ട്രിവിലൈസ് ചെയ്യാറില്ല. യുക്തിരഹിതവാദത്തെക്കാളും കാന്തപുരം പറയും, ഒരു മിനിറ്റ് ഒരു ചുവരിൽ ഒരു ചിത്രം എഴുതി വെച്ചിട്ടുണ്ട്. ആ ചിത്രം ഒരു പുരുഷന്റെയോ അല്ലെങ്കിൽ ഒരു സിംഹത്തിന്റെയോ ചിത്രമാണെങ്കിൽ കുറെ ആളുകളെ വിളിച്ചിരുത്തിയിട്ട് ഒരു കള്ളവാദി പറയാണ് അത് ഒരു വിമാനത്തിന്റെ ചിത്രമാണ് എന്ന് പറയുമ്പോ അല്ല, അവൻ പറയുന്നത് കള്ളമാണ് എന്ന് പറയാനുള്ള ആ ആർജവമേ ഞാൻ കാണിക്കുന്നുള്ളൂ. ഇവിടെ ഒന്നുമില്ല എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രം, അതിന്റെ ഐഡിയോളജി മറ്റൊന്നാണ്, അതിന്റെ ലക്ഷ്യം മറ്റൊന്നാണ്. അതിൽ തല വെച്ചിട്ട് എന്റെ പ്രവർത്തനങ്ങൾ ഞാൻ ഒരു ടീമിനോട് ഞാൻ എതിരല്ല. നിങ്ങൾ പറയുന്നത് ഒരൊറ്റ കാര്യം പറഞ്ഞുതരാ, CM ആണോ ഈ ലോകം നിയന്ത്രിക്കുന്നത്? CM മടവൂരി? ഞാൻ വിശ്വസിക്കുന്നില്ല. അതായത് CM മടവൂരി എന്നുള്ളതൊരു ഇതൊക്കെ മുസ്ലിം ഡിനോമിനേഷൻ ആണ്. മുസ്ലിം ദയവ് ചെയ്ത് ഇത്രയും നേരം സംസാരിച്ച് ഞാൻ എന്താ പറയുന്നത് എന്നുള്ളത് എന്റെ പൊന്നു ആളാണെന്നാണ് ഞാൻ ഇത്രത്തോളം നിങ്ങളോടൊക്കെ ഇത് മനസ്സിലാക്കിയത്. ജമാഅത്ത് ഇസ്ലാമി ഇതിനോടൊക്കെ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ കഴിയോ? എന്റെ പൊന്നു പരിപാടി നിർത്തിയിട്ട് എത്ര കാലമായി? എന്റെ പൊന്നാര, ഞാൻ മുജാഹിദിന്റെയോ സമസ്തയുടെയോ ജമാഅത്തെ ഇസ്ലാമിയുടെയോ ഒന്നും ആളല്ല. ഞാൻ എന്താണെന്നുള്ളത് പറയാൻ സമ്മതിക്കാതെ നിങ്ങൾ നിങ്ങളുടെ അത് എനിക്ക് താല്പര്യമില്ലാത്താണ്. നിങ്ങൾ ഒഴിവാക്കി പറയുന്നത് കേൾക്കാനുള്ളൊരു സാവകാശമാണ്. നിങ്ങൾ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ആ ഒരു കാര്യം എന്റെ മേഖലയല്ലാന്ന് ആദ്യം പറഞ്ഞു. എനിക്ക് താല്പര്യമില്ല, അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ ഞാൻ ഇതെന്താ പറയുന്നത് എന്നുള്ളത് അതെന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഇങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ പറയുന്ന മേഖല വേണ്ടത് എന്ത് പറയണേ? ഒരു വിഷയം പറയുമ്പോഴത്തേന് നിങ്ങൾ വേറെന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എനിക്കൊരു സംഘടനയോ അല്ലെങ്കിൽ എനിക്കൊരു പ്രൊപ്പഗണ്ടല്ല. എവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയത്? എനിക്കൊരു പ്രൊപ്പഗണ്ടല്ല. ഒരു മനുഷ്യനെ പച്ചക്കാരെങ്കിലും പറ്റിക്കുക, നിങ്ങൾ ഏതെങ്കിലും വിഷയം പറഞ്ഞിട്ട് പറ്റിക്കുകയാണ്. ഇപ്പൊ ഷിഹാബ് ചോറ്റൂര്, അത് ഒരു ഏറ്റവും വലിയൊരു പ്രൊപ്പഗണ്ടയായിരുന്നു. അത് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്താണെന്ന് പറയുക എന്നുള്ളതാണ്. അത് ഇസ്ലാം എന്നുള്ളതല്ല. ഏതെങ്കിലും ഒരു ടീം ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ആത്മീയ ചൂഷണം നടത്തുകയാണെങ്കിൽ അത് മതമൊന്നും നോക്കണ്ട. ഞാൻ പറയും, എനിക്ക് ഇന്ന് പച്ചക്ക് ഏതൊരു മനുഷ്യനും മനസ്സിലാവുന്ന രൂപത്തിൽ വിവരക്കേട് പറയുന്ന കുറെ ആളുകള് സോഷ്യൽ മീഡിയയിലേക്ക് ഇടുമ്പോൾ ആ സോഷ്യൽ മീഡിയയിലുള്ള സാധനങ്ങളെ എടുത്ത് മാത്രമാണ് ഞാൻ ഇവിടെ ഇരുന്ന് ക്രിറ്റിസം ചെയ്യുന്നത്. ആർക്കും ഞാൻ പറയുന്നത് തെറ്റാണെന്ന് കാണിച്ചു തന്നാൽ ആ വീഡിയോ ഇതാണ് ഞാൻ പറഞ്ഞത്. ആർക്കും എന്റെ 2000 ചില്ലാനം വീഡിയോ, അത്രയും വീഡിയോയിൽ നിന്ന് ഒരു വീഡിയോ ഞാൻ പറഞ്ഞത് ഖുർആനോ സുന്നത്തിനോ വിരുദ്ധമാണ്, ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞാൽ വീഡിയോ അല്ല, ചാനലുകൾ തന്നെ റിമൂവ് ചെയ്ത് ഞാൻ ഈ പണി അവസാനിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതല്ലാതെ മറ്റൊരു മേഖലയിലേക്ക്, അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന റേഞ്ച് അല്ല. ഇവിടെ പച്ചക്ക് പൊട്ടത്തരം പറയുന്ന ആളുകളുടെ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങൾ പറ. ഞാൻ പറയട്ടെ, ഇവിടെ മുസ്ലിം അവാന്തര വിഭാഗങ്ങളെ സെക്ടറേനിയൻ ടീമുകൾ, കാരണം മുജാഹിദ്, സുന്നി മുജാഹിദ്
എസ്പെഷ്യലി ഈ കേസുണ്ട്. ഇപ്പൊ ബാബുദ്ദീൻ നദ്വി കൂടിയാട് ഹക്കീം ഫൈസി അദ്ശേരി അടക്കമുള്ള ആളുകള് മൗനം പാലിക്കുന്നത് ഈ AP സുന്നിയും ഈ കടുത്ത ഈ ശിർക്കാരോപണമുള്ള ഈ സലഫി ഇസ്ലാമിൽ നിന്ന് ഈ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൾട്ട് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും, പൗരോഹിത്യത്തിനെതിരെ പോരാടിക്കൊണ്ട് ഇവർ മനസ്സിലാക്കിയിരിക്കുന്നത് ഇവർക്കത് മനസ്സിലാക്കിയിട്ടാണെന്നാണോ? ജമാഅത്ത് ഇസ്ലാമിക്കും നമ്മുടെ ബാബുദ്ദീൻ നദ്വി ഹക്കീം അദ്ശേരി തുടങ്ങിയിട്ടുള്ള ഈ ഉദവികളെ അത് ഇവർക്കിത് മനസ്സിലാവാനിട്ടാണ് ഇവർ മൗനം പാലിക്കുന്നതെന്ന് അറിയോ? ഈ ഇന്റേണൽ ആയിട്ടുള്ള ഇഷ്യൂ നമ്മൾ ആദ്യം പരിഹരിക്കേണ്ടത്. നമ്മൾ എക്സ്റ്റേണൽ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം വന്നാൽ പോരെ എന്നുള്ള ഒരു ബുദ്ധിപൂർവമായ മൗനം പാലിക്കും. ഏതെങ്കിലും എത്തിസ്റ്റുകൾക്ക് അവരുടെ അഭിപ്രായം പറയാൻ പാടില്ലെന്ന ആ അഭിപ്രായം തെറ്റാണെങ്കിൽ അത് പറയുക. അവർ ചോദിക്കുന്നുണ്ട് പ്രതി ഹാജരുണ്ടോന്ന്. പ്രതി ഹാജരാവുന്നില്ല കൂട്ടിലേ. മുസ്ലിം ഇങ്ങനെ പറയാൻ വിളിക്കാൻ പാടുണ്ടോന്ന് ചോദ്യം. പ്രതി ഹാജരുണ്ടോന്ന് ചോദിക്കും. പോലെ നിങ്ങളെ പേരിലൊരു ആരോപണം കേസ് ഹാജരാവാഞ്ഞാൽ കോടതി എന്താണ് കരുതേണ്ടത്? നിങ്ങൾ അത് ശരിവെക്കുന്നു എന്നല്ല കരുതേണ്ടത്. അതേപോലെയാണ് പറയട്ടെ നിങ്ങൾ മനസ്സിലാക്കുന്നത്, അതായത് ഞാന് ഇവരെ കുറിച്ച് പറയുന്നുണ്ട്, എത്തിസ്റ്റുകളെ കുറിച്ച് പറയുന്നില്ല, ഞാൻ അവരെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് കേരളത്തിലെ മുസ്ലിം വിഭാഗത്തിലെ ഒരാളായിട്ട് റെപ്രസെന്റ് ചെയ്ത് സംസാരിക്കാൻ കഴിയില്ല. ഇവിടെ പല ആളുകളും പല നുണയും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നേരെ കേട്ടോളൂ, എന്റെ വിശ്വാസത്തിന് വിരുദ്ധമായിട്ട് ഞാൻ ഖുർആനും സുന്നത്തും ഫോളോ ചെയ്യുന്ന ആളാണ്. പൗരോഹിത്യത്തെ ഞാൻ ഫോളോ ചെയ്യുന്നില്ല. ഇത് രണ്ടാണ്. സാധാരണ ഇന്ന് കാണുന്ന നിങ്ങൾ കുറെ ഇവിടെ സംഘടനകളെയൊക്കെ പറഞ്ഞല്ലോ, ഒരു സംഘടനയും ഞാൻ ഫോളോ ചെയ്യുന്നില്ല. ഒരു സംഘടനയുടെ ഒരു പുരോഹിതം പറയുന്ന ഒരു അത് നല്ലൊരു പൊസിഷനാണ്. കാരണം ഉത്തരവാദിത്തം ഏറ്റെടുക്കണ്ടല്ലോ, ഉത്തരവാദിത്തത്തിന്റെ ബാഗേജ് ഇല്ലല്ലോ. മാത്രമല്ല അതങ്ങനെ വിമർശിക്കാൻ പറ്റി. വിമർശിച്ചാലും നിങ്ങൾ വിമർശിച്ച പോലെ ആവില്ല എന്നുള്ളത് അതൊരു എക്സ്ക്യൂസ് ആയി ഞാൻ കരുതുന്നു. അതുകൊണ്ടാണ് എനിക്കിത് പറയാൻ കഴിയുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കി അറിയാം. എനിക്ക് സംസാരിക്കാൻ കഴിയും. പക്ഷേ ഞാൻ സംസാരിക്കുമ്പോ ഇവിടെ കുറെ ആളുകൾ പറഞ്ഞു വെച്ച പലതും എനിക്ക് പച്ചക്ക് നിരാകരിക്കേണ്ടി വരും. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പോ ഹൈന്ദവ സംസ്കാരം സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായ സംസ്കാരം, ആ സംസ്കാരത്തിലെ പല വിശ്വാസങ്ങളും എന്റെ വിശ്വാസത്തിനെതിരാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ ക്രിറ്റിസം ചെയ്യാൻ പാടുണ്ടോ? അവർക്ക് അവരുടെ നിങ്ങൾ പറയുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അതിന്റെ റീസൺ ആണ് പറയുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ അതൊന്ന് കേൾക്കാനുള്ള സഹിഷ്ണുത കാണിക്കുക. അതായത് ഇവിടെ ഹിന്ദു സംസ്കാരം അതുപോലെ തന്നെ അതിൽ തന്നെ കുറെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള ക്രിസ്ത്യാനിറ്റി മറ്റുള്ള മതവിഭാഗങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഫോളോ ചെയ്യുന്നത് ഖുർആനും സുന്നത്തും ആയതുകൊണ്ട് അതിന് ഘടകവിരുദ്ധമായിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് പറയുന്നതിനെ ഞാൻ എതിർക്കുന്നുള്ളൂ. നിങ്ങൾ അതൊന്നും മനസ്സിലാക്കി സഹോദര. അപ്പോ വേറെ വിഭാഗങ്ങൾ തെറ്റ് പറയുന്നുണ്ടെങ്കിൽ അതെന്റെ വിഷയമല്ല. പിന്നെ അവർ പറയുന്നത് ഇസ്ലാമിനെയാണ് എന്നാണ് പറയുന്നത്. ഇനി അവർ പറയുന്നത് ഇസ്ലാമിനെയാണ് കുറ്റം പറയുന്നത് എന്ന് പറയുന്നുണ്ട്. ഇസ്ലാം എന്നുള്ളത് ഒരു വിഭാഗത്തിന്റെ തറവാട്ട് വകയല്ല. ഖുർആൻ എന്ന് അതൊക്കെ ഞാൻ അത്രയും ഇത് നിങ്ങൾ കേൾക്ക്, നേരെ കേട്ടോളൂ. ഖുർആൻ എന്നുള്ളത് മനുഷ്യർക്കുള്ളതാണ്. പ്രവാചകൻ എന്നുള്ളത് മുഴുവൻ മനുഷ്യർക്കുള്ളതാണ്. ഈ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ കുറ്റപ്പെടുത്തുന്നത് അവർക്കിതിന്റെ അറിവില്ലാത്തത് കൊണ്ടാണ്. അവർക്ക് അറിവെത്തിച്ചു കൊടുക്കുക എന്നുള്ള, അല്ലാണ്ട് അവരോട് കുസുമാത്തുകൾ നടത്തി തർക്കിക്കുക എന്നുള്ളതാണോ? അപ്പൊ എന്റെ ലക്ഷ്യം ഞാൻ ഫോളോ ചെയ്യുന്ന, ഞാൻ ഇന്ന് നിലകൊള്ളുന്ന ആ ഒരു പ്രത്യയശാസ്ത്രത്തിൽ അതിൽ വഞ്ചന കാണിക്കുന്നത് മാത്രമേ ഞാൻ എതിർക്കുന്നുള്ളൂ. അതും ഒരാളത് പറയുമ്പോൾ ഓഫ്ലൈൻ ആയിട്ട് നിന്ന് പറയുമ്പോൾ ഞാൻ എന്റെ വീഡിയോ അല്ലെങ്കിൽ ക്യാമറ എടുത്ത് പോയിട്ട് വീഡിയോ എടുക്കുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അലക്കരുത്. സോഷ്യൽ മീഡിയയിൽ പറഞ്ഞോളൂ. എന്റെ ഒരു അന്വേഷണം, നിങ്ങളുടെ നിലപാട് വളരെ സ്റ്റാൻഡ് വളരെ കറക്റ്റാണ്. നിങ്ങളുടെ പ്രവർത്തന മേഖല എല്ലാന്ന് നിങ്ങൾ പറയുന്നു. അത് ഞാൻ അംഗീകരിക്കുന്നു. നിങ്ങൾ പ്രവർത്തന മേഖലയെല്ലാം നിങ്ങൾ സ്പെഷ്യലി ഞാൻ മിനിമം ഇത്ര അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വിളിച്ചത്. ഇതിനോടുള്ള നിങ്ങളുടെ നിലപാട് എന്തോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നിലപാട് നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഈ നവനാസ്തികര് ഇസ്ലാമിനെ പബ്ലിക്കിനെ വളഞ്ഞിട്ടാക്രമിക്കാന്നൊക്കെ പറയുന്ന പോലെ അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് നാസ്തികരല്ല. നിലപാട് മാത്രം ചോദിച്ചോട്ടോ. നിങ്ങൾക്ക് അങ്ങനെ നിലപാടുണ്ടോ? കാര്യം ചോദിച്ചതിന് മറുപടി പറയാൻ സമ്മതിക്കേ. അത് നാസ്തികതയല്ല, അത് ഇസ്ലാം വിരോധം എന്നുള്ള ഒരു സംഭവം മാത്രമാണത്. അതിന്റെ അപ്പുറമൊന്നുമില്ല. അപ്പൊ ഇവിടെ കേരളത്തിൽ എത്രയോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. ഒരു ചോദ്യം ചോദ്യം ചോദിച്ചാൽ മറുപടി പറയാൻ സമ്മതിക്കണം. നേരിടാൻ കഴിയുമോ?
എന്തിന് ഒരു മിനിറ്റ്, എന്റെ വീട്ടിൽ ചവിട്ടാതെ കടിക്കുന്ന അണലി വന്നു കഴിഞ്ഞാൽ അതിന് എനിക്ക് കേസ് വരുമോന്നും അറിയില്ല. എന്റെ മക്കളുടെയും എന്റെ കുടുംബത്തിന്റെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അത് പോയിട്ടില്ലെങ്കിൽ അതിനെ തല്ലിക്കൊല്ലും. പേപ്പട്ടി എന്റെ വീട്ടിലേക്ക് കയറി വന്നാൽ അത് എന്റെ മക്കളുടെയും എന്റെ കുടുംബത്തിന്റെയും ജീവൻ അപകടമാണെങ്കിൽ ഞാൻ ഇനി ജയിലിൽ കാലാകാലം കിടക്കേണ്ടി വന്നാലും അതിനെ ഞാൻ തല്ലിക്കൊല്ലും. എന്നാൽ നാട്ടിലൂടെ പോകുന്ന കോഴിക്കുഞ്ഞുങ്ങളെയും ആടിനെയും പട്ടിനെയും നായനെയും ഒക്കെ എനിക്ക് തല്ലിക്കൊല്ലാൻ പറ്റുമോ? ഞാൻ അതാണ് പറഞ്ഞത്, നിങ്ങൾ യുക്തിപരമായിട്ടുള്ള ആ ഒരു ലെവലിൽ മാത്രമേ എന്റെ ഇത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എനിക്ക് പ്രത്യേക അജണ്ട അല്ല, ഞാനൊരു സംഘടനയുടെ ഭാഗമല്ല, എനിക്ക് എന്തെങ്കിലും സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതില്ല. കുറെ ആളുകളെ വഞ്ചിക്കുകയും പറ്റിക്കുകയും ചെയ്യുമ്പോൾ സംഘടനയുടെ ഭാഗമല്ലെന്ന്. പക്ഷെ നിങ്ങളുടെ വാദങ്ങൾ വെച്ച് നിങ്ങളോട് ഒരു അംബ്രല്ലയിൽ ഇൻക്ലൂഡ് ചെയ്യും പറ്റുമല്ലോ മറ്റുള്ളവർക്ക് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളുടെ എന്താണ് നിങ്ങൾ വെച്ച് പുലർത്തുന്ന ഈ വിമർശനം, സ്വാഭാവികമായി നിങ്ങളുടെ വിമർശനം, നിങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ഒരാള് നിങ്ങളുടെ സ്വയം പറയുന്നു ഞാനൊരു ഒന്നിന്റെയും ഭാഗമല്ല, ഞാനൊരു പ്രസ്ഥാനത്തിന്റെയും ഭാഗമല്ല, ഞാൻ സ്വതന്ത്ര ഇസ്ലാമിക് മുസ്ലിം എന്ന് വിശ്വസിക്കുന്നു. പക്ഷെ നിങ്ങളുടെ ആശയവും ഐഡിയോളജിയും വെച്ചിട്ട് ഈ കാഴ്ചക്കാരന് പ്രേക്ഷകനെ ഒടിയനെ നിങ്ങളൊരു അംബ്രലയിൽ ഉൾപ്പെടുത്താൻ സാധ്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ എത്ര നിശ്ചയിച്ചാണ്? എന്ത് നിങ്ങൾ പറയുന്നു ഞാൻ മുജാഹിദ് ഒന്നുമല്ല, SLFI അല്ല, സുന്നി അല്ല, ജമാഅത്തെ ഇസ്ലാമി സോക്കോൾട്ടാ പറയുന്നിട്ടാ, അവര് വാദിക്കുന്ന ഒരു സ്ഥാനം സുന്നത്ത് വൽ ജമാഅത്ത് അവിടെയൊക്കെ വിശദീകരണം. ഒരു മിനിറ്റ് അവിടെയൊക്കെ നിങ്ങൾ ഇത്രയും നേരം സംസാരിച്ചിരുന്നു മനസ്സിലായത് നിങ്ങൾക്ക് ഈ പറയുന്ന വിഷയങ്ങളുമായിട്ട് ഒരു അടിസ്ഥാനവും ഇല്ലാത്തൊരു സംസാരിക്കണം. ഞാൻ സുന്നിയല്ല എന്ന് എവിടെ പറഞ്ഞിട്ടുള്ളത്? ഞാൻ ഫോണ് കട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ നിങ്ങൾ വരുത്തരുത്. ഒരു സംസാരിക്കുമ്പോ ഇങ്ങനെ ഇടയിൽ കയറി സംസാരിക്കുന്ന ആളുകളെ ഞാൻ അവോയ്ഡ് ചെയ്യലാണ്. നേരെ കേട്ടോളൂ. നിങ്ങൾ പറഞ്ഞ ആരോപണം തിരുത്താൻ അത് ശരിയല്ല എന്ന് പറയാനുള്ള ഒരു അവസരം എന്താ? ഞാൻ സുന്നിയല്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ സുന്നിയാണ്, ഞാൻ സലഫിയാണ്. എന്താണ് സുന്നി, എന്താണ് സലഫി എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കിയത് ഫോളോ ചെയ്ത് പോണ ആളാണ്. അതിന് എനിക്കൊരു സംഘടനയുടെയോ ഒരു കൊടിയുടെയോ ലെറ്റർ പേരിന്റെയോ സീലിന്റെയോ ആവശ്യമില്ല. നിങ്ങൾ എന്നെ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല ഞാന്. അതാണ് പറഞ്ഞത്. നിങ്ങളുടെ പോയിന്റ് പച്ചക്കണ്ട് പറഞ്ഞാൽ അത് കറക്റ്റ് പറഞ്ഞുതരാം. എന്റെ വീഡിയോ കണ്ടാല് എനിക്ക് വിവരോ പഠിപ്പോ അറിവോ സംസാരിക്കാനുള്ള കഴിവൊക്കെ കുറവാണ്. പക്ഷെ പഠനം നടത്തുന്നുണ്ട്, ചില കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്ന ആ ഒരു വിഷയം സത്യസന്ധമായിട്ട് പറയട്ടെ, എനിക്ക് വേണമെങ്കിൽ കണ്ടന്റിന് വേണ്ടിയിട്ട് പലതും അത് ചെയ്യാം. എന്നാൽ അവരെ മാർക്കറ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവരെ കൊണ്ട് ഇന്ന് ലോകത്തിന് ഗുണമല്ല ദോഷമല്ല സഹോദര. നിങ്ങളത് മനസ്സിലാക്കുക. അതിനോട് ഞാൻ എഗെയിൻസ്റ്റാണ്. പറ അവരെ കൊണ്ട് ഈ മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ മുസ്ലിം മാത്രമായിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആയിട്ട് അതിൽ അല്ല ഏതെങ്കിലും ഒരു എന്തെന്നറിയോ പറയണോ ദോഷം നിങ്ങൾക്ക് അനുവദിക്കണം, ഞാൻ പറയാം. ഒരൊറ്റ മിനിറ്റ് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരേണ്ടത്, ഈ പറയുന്ന ആളുകളെ എന്റെ സമയവും എന്റെ എനർജിയും എന്റെ മറ്റുള്ള സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ട് അവരെ ഞാന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിതാക്കണമെങ്കിൽ അവരെ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഗുണമോ ദോഷമോ ഉണ്ടെങ്കിൽ അതുകൊണ്ട് പറഞ്ഞാൽ നമുക്കത് നോക്കാം. അവരുടെ ദോഷം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ആർക്കും അക്സസിബിൾ ആണ്, അല്ലേ? ഇത് കേൾക്കുന്നത് ഇവർക്ക് 1 ലക്ഷം 1.5 ലക്ഷം വ്യൂസ് വരുന്നുണ്ട് ഇവരുടെ ഓരോ പരിപാടികൾക്കും. ഇവര് മറ്റു മതം ഈ ഒരു സോഷ്യൽ ഹാർമണി, മതമൈത്രിക്ക് നിങ്ങൾ എന്തൊക്കെയോ പറയാണ്. ദയവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എന്തൊക്കെയോ സംസാരിക്കാനാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ചിടത്തേക്ക് അവിടേക്ക് ഞാൻ എത്തൂല. കാരണം എന്റെ ബോധ്യമാണ് എന്റെ ശരി. ആരെന്ത് പറഞ്ഞാലും ഞാനത് കേൾക്കൂല. ആദ്യം അത് നിങ്ങൾ മനസ്സിലാക്ക്. നേരത്തെ പറയട്ടെ, എന്റെ മനസാക്ഷിയുടെ ബോധ്യം മാത്രമാണ് എന്റെ ശരി. അതിൽ നിന്ന് നിങ്ങൾ എന്നെ കൊല്ലുന്നു പറഞ്ഞാലും ഞാൻ അതിൽ നിന്ന് മാറൂല. അങ്ങനെ പറയുന്നത് എന്താണെന്നെങ്കിലും നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കി. ഞാൻ ചോദിച്ചത് ഒരൊറ്റ കാര്യമാണ്. നിങ്ങൾ ഈ പറയുന്ന ഇത്രയും നേരം സംസാരിച്ച ഈ ഒരു വിഷയത്തിൽ ഞാൻ ഇറങ്ങണമെങ്കിൽ എന്തുകൊണ്ട്
ആർക്കാണ് അവരെ കൊണ്ട് ദോഷമുള്ളത്? അവർ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് അത് പോയി കാണാൻ നിന്നിട്ടല്ലേ? അവർ ആരുടെയെങ്കിലും വീട്ടിൽ വന്നിട്ടോ? പറയട്ടെ അവര് ഒരു വിഭാഗത്തെ കൂട്ടി ഒരു മഹല്ല പോലെയൊക്കെ ഉണ്ടാക്കിയാൽ ഒന്നും പറയട്ടെ മനുഷ്യ, നിങ്ങൾ എന്തെങ്ങനെ അവരെ കൊണ്ട് ഒരു സമൂഹത്തിന്, ഒരു സമുദായത്തിന്, ഒരു കൂട്ടം ജനങ്ങൾക്ക്, ഒരു ഏരിയയിലുള്ള ജനങ്ങൾക്ക് അവരെന്ത് ദ്രോഹാണ് വരുത്തുന്നത്? അവര് ചെയ്യുന്ന ശരി പറയട്ടെ. അവര് നിങ്ങൾ പറയുന്നത് അവരെ കൂടി എടുത്ത് പറഞ്ഞ് ഞാൻ അവരെ ഫേമസ് ആക്കണമെന്നാണോ? അതോ അങ്ങനെ പറയും? നിങ്ങൾ അങ്ങനെ ഒരു പോയിന്റിലേക്ക് വരും. അപ്പോ പറയട്ടെ അപ്പൊ ഞാൻ ഫേമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ പ്രേക്ഷകർക്ക് അവരുടെ ഒരു വാക്കെങ്കിലും എത്തിക്കുക എന്നുള്ള ഉദ്ദേശം എനിക്കില്ല. നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് സംസാരിച്ചു. ഞാൻ ചോദിച്ചില്ലേ, നിങ്ങളിവിടെ ഈ ഇടയ്ക്ക് ചീഫ് മിനിസ്റ്റർ വി ഡി സതീശൻ പറഞ്ഞ പോലെ മോസ്കോയിൽ മഴ പെയ്താല് ഇവിടെ ചിലർ കുട പിടിക്കുന്ന പറയുന്ന ആ സംഭവം ചെയ്യരുത്. ഞാൻ ചോദിച്ചത് അവരെ കൊണ്ട് ഉള്ള ദോഷം എന്ത്? അതായത് ദോഷം എന്ന് പറഞ്ഞാല് ഞാൻ ഒരു ഉദാഹരണ സഹിതം പറഞ്ഞു കഴിഞ്ഞു അതിന് മുമ്പല്ലേ. നിങ്ങൾ ഒരു സോഷ്യൽ മീഡിയയില് പണ്ട് കരുതിയിരുന്നത്, ഞാൻ പറയുന്നത് വളരെ ഡെപ്തിൽ പഠിച്ചിട്ട് ഇതിന്റെ എക്സ്പെർട്ടോ സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഒരു സാധാരണ ലേമേനായ ഒരു അന്യമതസ്ഥൻ, ഒരു അമുസ്ലിം, അവർ കരുതിയിരുന്നത് ഈ കാറ്റഗറിയിലുള്ള സംസാരം എനിക്ക് താല്പര്യമില്ല. നിങ്ങളിതിനെ ഒരു കൺസേൺഡ് ആയിട്ട് വളരെ ഇടുങ്ങിയ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനേ. നിങ്ങളൊരു കാര്യം ചെയ്യേ, ഇപ്പൊ ഞാൻ ആ ഒരു മേഖലയിലേക്ക് എത്തണമെന്നല്ലേ ഈ പറയുന്ന ഏതൊരു വ്യക്തിക്കും എന്റെ നമ്പർ സോഷ്യൽ മീഡിയയിലൊക്കെ പബ്ലിഷ് ചെയ്ത നമ്പർ, എന്റെ നമ്പർ അവർക്കൊക്കെ അയച്ചു കൊടുത്ത് വിളിക്കാൻ പറ, നമുക്ക് അവരുമായിട്ട് സംസാരിക്കാം. ഏതാളുമായിട്ടും ഞാൻ സംസാരിക്കും. പക്ഷെ ആരിഫ് ഹുസൈൻ വിളിക്കട്ടെ, ആരിഫ് ഹുസൈനോട് വിളിക്കാൻ പറയും. ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അയാൾക്ക് ഇന്ത്യ നൽകുന്ന, ഭരണഘടന നൽകുന്ന റൈറ്റ്സ് ആയ ഫണ്ടമെന്റൽ റൈറ്റ്സ്, അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന ആ ഒരു കാര്യം അത് വെച്ചിട്ട് അയാൾക്ക് പറയുവാനുള്ള കാര്യങ്ങൾ അത് പറയാം. എനിക്കതിൽ വിരോധമുണ്ടെങ്കിൽ വളരെ ഒരു നേച്ചറൽ ട്രൂത്ത് പറയട്ടെ. നേച്ചറൽ ട്രൂത്ത് പറഞ്ഞാല് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഈ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള യോഗ്യതയുള്ള എലിജിബിൾ മോണിറ്ററി ബെനിഫിറ്റ് കൊണ്ടുകൊണ്ട് യോഗ്യത നിങ്ങൾ പറഞ്ഞു. പിന്നെ നിങ്ങൾ പറഞ്ഞറിയോ, എന്നെ വിളിക്കട്ടെ നിങ്ങൾ സേവാപ്രവർത്തനാണ് നടത്തുന്നത്. നിങ്ങൾ പലതും പറഞ്ഞു, നിങ്ങളുടെ വാദങ്ങൾ വളരെ, ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ തന്നെ പൊളിക്കുക നിങ്ങളുടെ വാദങ്ങൾ. നിങ്ങൾ പറഞ്ഞ നിങ്ങൾ എന്താണെന്ന് ഈ വോയിസ് മുഴുവൻ ആൾറെഡി റെക്കോർഡാണ്. അങ്ങനെ ഒരു വാദം ഉണ്ടെങ്കിൽ പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ഓക്കെ, പിന്നെ ഞാൻ പറയട്ടെ. പിന്നെ എന്നേക്കാൾ വലുതാണ് അവൻ, പോപ്പുലർ ആണെന്നൊക്കെ നിങ്ങൾ പറയട്ടെ. എന്ത് മനുഷ്യനാണ് നിങ്ങൾ? ആരിഫ് ഹുസൈന്റെ പിന്നെ ക്വാളിറ്റിയും കൂടി ഇല്ലാത്ത സംസാരിക്കല്ലേ. അതായത് ഞാൻ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ഖുർആനും സുന്നത്തും ഫോളോ ചെയ്ത് ജീവിക്കുന്ന ഞാൻ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയെയും, ഒരു പുരോഹിതനെയും, ഒരു സംഘടനയെയും ഞാൻ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അവരെ ഫോളോ ചെയ്യുന്നില്ല. ഈ ഒരു ഇതിൽ പോകുന്ന ഞാൻ പരിശുദ്ധ ഖുർആന് എന്നുള്ള അതിന്റെ അപ്പുറവും ഇപ്പുറവും ആരെന്ത് പറഞ്ഞാലും അതിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് ഞാൻ എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവിടെ ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 6000 ചില്ലാനം ആയത്തുകളിൽ നിന്ന് ഒരായത്തിന്റെ പോലും ഒന്നും വേണ്ട. നേരത്തെ ഞാൻ പറഞ്ഞു അള്ളാഹു എന്ന് പറഞ്ഞാൽ ഇത് മുസ്ലിങ്ങളുടെ മാത്രം അല്ലെന്നല്ല. ഈ ഒരു കാര്യം പോലും പരിശുദ്ധ ഖുർആൻ പറയുന്നത് വളരെ വ്യക്തമാണ്. അതുപോലും ഈ പറയുന്ന താങ്കൾക്കോ ആരിഫിനോ അറിയില്ല. പിന്നെ എങ്ങനെയാണ് എന്നെ പറയട്ടെ. അപ്പൊ നിങ്ങള് പോപ്പുലാരിറ്റി അല്ല ഞാനിവിടെ നോക്കുന്നത്. യൂട്യൂബിൽ ആരെങ്കിലും കണ്ടിട്ടുള്ള ഇതൊക്കെ എന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ നാട്ടില് കുറച്ച് ആളുകൾ എന്നെ അറിയുള്ളൂ. എന്നാൽ എന്റെ ബോധ്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയത്
ആ ഒരു കാര്യത്തിൽ എനിക്ക് 100% വിശ്വാസമുണ്ട്. ഞാൻ കോൺഫിഡന്റ് ആണ്. പിന്നെ എനിക്ക് ഒരാളെ അങ്ങോട്ട് തോൽപ്പിക്കണം എന്നൊന്നുമില്ല. നിങ്ങൾ നാളെ ഇരുന്നിട്ട് നിങ്ങൾ ഇവിടെ CM മടവൂരാണ് ഇവിടെ പറയട്ടെ CM മടവൂരാണ് ഈ ലോകം എന്ന് പറഞ്ഞാല് CM മടവൂര് ഒരു മതത്തിന്റെ ദൈവവും ഈ പറയുന്ന ആളൊരു മതത്തിനുമാണെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല. ഇസ്ലാം എന്ന് മിസ്റ്റർ പറയുന്നത് കേൾക്കൂ. അപ്പോ ഈ പറയുന്നത് ഇസ്ലാം എന്ന ഐഡിയോളജി ഖുർആനിൽ സുന്നത്ത് എന്നുള്ളത് അത് ദുർവ്യാഖ്യാനിച്ചിട്ടാണെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് വീഡിയോ ചെയ്യും. ആർക്കെ തടയാൻ പറ്റിയ തടയാം. അല്ല ആരിഫ് തടയാൻ ആരും പോകുന്നില്ല ഞാൻ നടത്തിയോ എന്ന ലോകത്ത് ഏത് യുക്തിവാദിക്കും എന്നെ വിളിക്കാം. മൻസൂർ മണ്ണാർക്കാട് നിങ്ങൾ കുറെ സമയം തരുന്നുണ്ട്. നിങ്ങൾ എന്നെ ഒന്നും പറയാൻ എന്തുകൊണ്ടെന്നറിയോ കാതലായ ഒരു കോറായ ഒരു കാര്യം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ലാബത്തിൽ നിങ്ങൾ എലിജിബിൾ അല്ലാന്ന് നിങ്ങളെ സ്വയം പറയുന്നത് സമ്മതിക്കുന്നതാണ് പറയട്ടെ നിങ്ങൾ സമ്മതിക്കുന്നതാണ്. അതിനോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾ ദാവത്ത് നടത്താൻ എലിജിബിൾ അല്ല. നിങ്ങൾ മോണിറ്ററി ബെനിഫിറ്റ് കൊണ്ട് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുകയാണ് എന്ന് നിങ്ങൾ സ്വയം സമ്മതിക്കുന്നതിന് തുല്യമാണ് ആരിഫ് ഹുസൈൻ എന്നെ വിളിക്കട്ടെ എന്ന് പറയുന്നത് ഈഗോ. മനസ്സിലായോ? പൊന്നു സഹോദര ഞാൻ പറയുന്നത് ഇത്രയും നേരം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ല. എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞതിന് മറുപടി പറയാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് ഞാൻ ദാവത്തിന് എലിജിബിൾ അല്ല, ഞാൻ മോണിറ്റൈസേഷൻ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് പറയട്ടെ. ഞാൻ ഫോൺ കട്ടിയേ, മാന്യത ഇല്ലാത്തൊരു പരിപാടിയാണ് ഫോൺ കട്ടിയാല്. നിങ്ങൾ മാന്യത ഇല്ലാത്തൊരു പരിപാടി ചെയ്യുന്ന ഒരു കാര്യം ഒരു ആരോപണം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറുപടി പറയാൻ അനുവദിക്കണം. അതായത് ഞാൻ ദാവത്താണ് നടത്തുന്നത് എന്നുള്ളത് എന്റെ ഏത് വീഡിയോയില് ഏത് സമയത്താണ് ഞാൻ ആർഗ്യുമെന്റ് നടത്തിയിട്ടുള്ളത് ഒന്ന് പറഞ്ഞേ. നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല മനുഷ്യ. ഞാൻ ദാവത്താണ് നടത്തുന്നത്. എന്താണ് ദാവത്ത് എന്ന് പറഞ്ഞാല്? എന്താ ദൈവത്തിന് നിങ്ങൾ ദൈവത്തിന് എലിജിബിൾ അല്ല എന്ന് ഇസ്ലാമിലെ അന്ധവിശ്വാസങ്ങൾക്കും എന്നല്ല ദൈവത്ത് എന്നുള്ളത്. ദൈവത്ത് എന്നുള്ളത് എന്താ ഇതിനിടയിൽ ആ ഈ എന്നൊക്കെ പറയുന്നത്? നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ? നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇത് പറയുന്നതിന്റെ ഇതിന് വരെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ശരി കൺക്ലൂഡ് ചെയ്യാണ്. ഒറ്റ മിനിറ്റ് കൺക്ലൂഡ് ചെയ്യാണ്. നിങ്ങൾ പറഞ്ഞ മേഖലയിൽ ഞാൻ ഇതിനു മുൻപ് പലതവണ സംസാരിച്ചിട്ടുണ്ട്. അതില് പറയട്ടെ, നിങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ അടിയിൽ ഇങ്ങനെ പറയല്ലേ. അതില് ലിയാഖത്ത് അലി എന്ന് പറയുന്ന വ്യക്തി മാത്രമാണ് എനിക്ക് മറുപടി നൽകിയതും ഞാൻ അയാൾക്ക് മറുപടി നൽകിയതും പിന്നീട് അയാൾ എന്നെ ഫോൺ ചെയ്ത് ട്രാപ്പിൽപ്പെടുത്തി കുറെ സംസാരം പുറത്തിട്ടതും. ഇന്ന് ലിയാഖത്ത് അലിയുമായിട്ട് ഇടയ്ക്ക് ഞാൻ സംസാരിക്കാറൊക്കെ ഉണ്ട്. യൂട്യൂബ് സംബന്ധമായ ചില കാര്യങ്ങളൊക്കെ, അയാളുടെ യൂട്യൂബും എന്റെ യൂട്യൂബും ഒരേ സമയത്ത് ബാൻ ആയപ്പോൾ സംബന്ധിച്ചൊക്കെ ഞങ്ങൾ സംസാരിച്ചിരുന്നു. എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു മനുഷ്യനോടും ഒരു വിരോധമില്ല എന്നുള്ളതാ. പറയട്ടെ എനിക്ക് എന്ത് മനുഷ്യനാണ് നിങ്ങളെ? എനിക്ക് എന്റെ മനുഷ്യ ഇത് മാന്യതയല്ല. ഇയാളാണോ ഈ ആരിഫ് ഹുസൈനെയൊക്കെ താങ്ങിക്കൊണ്ട് കിടക്കുന്നത്? കേൾക്ക് എനിക്ക് ലോകത്ത് ഒരു മനുഷ്യനോടും വ്യക്തിപരമായിട്ട് മനുഷ്യൻ എന്ന നിലക്ക് അല്ലെങ്കിൽ അയാളുടെ വിശ്വാസം എന്ന നിലക്ക് അയാളുടെ പ്രവർത്തനം എന്ന നിലക്ക് ഒരു വിരോധവുമില്ല. എന്റെ കുടുംബത്തിന്റെയോ എന്റെ സ്വത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് കൂടുതൽ സ്വത്തൊന്നുമില്ല. അഷ്ടിക്ക് വകയില്ലാതെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. എന്റെ എന്തെങ്കിലും കാര്യത്തിൽ എതിര് വന്നാല് അത് ഏത് സുജായി ആണെങ്കിലും അത് എത്ര വലിയവനാണെങ്കിലും അവിടെ മരണം എന്നുള്ള കാര്യത്തിന് ഭയന്നുകൊണ്ട് ഞാൻ പിന്മാറില്ല. ഞാൻ അവിടെ പ്രതികരിക്കും. കേൾക്ക് അപ്പോ ഇവിടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്നുള്ളത് ഒരു സംഘടനയിലേക്ക്, ഏതെങ്കിലും ഒരു സംഘടനയിലേക്ക് ആളെ വിളിച്ചു കൊണ്ടുവരലാണോ? ഞാൻ ചെയ്യുന്ന പ്രവർത്തനം എന്താണെന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി എന്നേ വരെ? മൻസൂർ മണ്ണാർക്കാട് എനിക്ക് സംസാരിക്കാൻ അവസരം തരുമ്പോ ഇല്ലയോ? നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഈ ആക്ഷേപിക്കുന്ന പോലെ സംസാരിച്ചിട്ട് അവസാനം പറയട്ടെ നിങ്ങൾ നിങ്ങളുടെ ഐഡന്റിറ്റിയെ
സ്വിംഗ് ചെയ്ത് ചുരുക്കി അതിനെ വൈൻഡപ്പ് ചെയ്ത് എവിടെ കൊണ്ട് എത്തിക്കുന്നുണ്ടാവും. നാട്ടിലെ ഒരു സാധാരണക്കാർ ഈ വിഷയങ്ങളിലൊന്നും ഇടപെടാത്ത ഒരു സാധാരണക്കാരൻ പറയും എന്റെ സ്വത്തിനും എന്റെ കുടുംബത്തിനും ഭീഷണിയാകാത്ത കാലത്തോളം എനിക്കത് ഒന്നുമല്ല എന്ന് പറയുന്നത് തന്നെയാണ്. ഈ ആക്ടിവിസത്തിന് യോജിച്ച ആളല്ലെന്ന് നിങ്ങൾ സ്വയം പറയാണ്. പിന്നെ നിങ്ങൾ പറയും, നിങ്ങളെ തന്നെ ചുരുക്കി ഇടപെടുത്തണേ, നിങ്ങൾ ലിമിറ്റ് ചെയ്യണേ. നീ സാധാരണക്കാരും പറയുന്നത് എന്റെ വീട്ടിന്റെ മുന്നിലേക്ക് വന്നിട്ട് പറയുന്ന പോലെ നിങ്ങൾ യുക്തിരഹിതമായി അതൊക്കെ പറഞ്ഞൊക്കെ ശരിയാണ്. ഞാൻ അംഗീകരിക്കുന്ന കുറെ കാര്യങ്ങൾ, നിങ്ങളോട് എഗ്രി ചെയ്യുന്ന കുറെ കാര്യങ്ങൾ നിങ്ങളോട്. നിങ്ങൾക്ക് മുഹമ്മദ് അബ്ദുള്ളന്നോ അങ്ങനെ എന്തോ ഒരു പേരുണ്ടോ? ഉബൈദുള്ളാന്ന് എന്തോ ഒരു പേരുണ്ടോ? ഇല്ല, എന്റെ പേര് മുഹമ്മദ് മുസ്തഫ എന്നാണ്. ഉബൈദുള്ളാന്നില്ല? ഇല്ല. എന്നാൽ ഒരു ജസ്റ്റ് ഒരു മിനിറ്റ് എനിക്ക് സമയം തരുമോ? നിങ്ങൾക്ക് എത്ര സമയമാണ് തരാം? ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വയത് പറഞ്ഞാൽ ഞാൻ എഡിറ്റ് ചെയ്യും. എന്റെ പൊന്നു സഹോദര, ഒരു മിനിറ്റ് ഒരൊറ്റ മിനിറ്റ്. അതായത് നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും നിങ്ങൾ ആ പറഞ്ഞ കാര്യല്ലേ, ഞാൻ അതിന് നമ്മളുടെ ഇതപ്പൊ എന്റെ വീട്, ഞാൻ ഒരു കോട്ടേഴ്സ് വാടകയ്ക്ക് ഇരിക്കുന്ന, അതിന്റെ നേരെ മുന്നിൽ ഒഴിഞ്ഞ പറമ്പുണ്ട്, അതിൽ കുറെ പുല്ലുണ്ട്. ഇങ്ങനെ പറയുമ്പോ ഒന്നും തോന്നരുത്, നിങ്ങൾ ആ ഒരു തരത്തിലേക്ക് എന്നെ നിങ്ങൾ ആ ഒരു ഇതൊന്ന് കേൾക്ക്. എന്നെ നിങ്ങൾ ആ തരത്തിലേക്ക് വിലയിരുത്തിയപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങള് ഇത്രയും വിശദീകരിച്ച് പറഞ്ഞിട്ടും ഞാനൊരു ഒന്നുമല്ല. ഞാൻ നിങ്ങൾ പറഞ്ഞു ഇബ്രാഹിം നബിയുടേതല്ല, ഞാൻ നൂഹ് നബിയുടെ പാതയാണ് പന്താവാണ് പിന്തുടരുന്നത് നിങ്ങൾ പറഞ്ഞോ? എന്താണത്? അല്ല എന്താണത്? ഞാൻ പറഞ്ഞതാണ്. അതെന്താണ് നിന്റെ വീഡിയോ പറഞ്ഞതുപോലും മറക്കുന്നുണ്ട്, പലപ്പോഴും പറഞ്ഞതുപോലും മറക്കുന്നുണ്ട്. അങ്ങനെയൊന്നും പറയണ്ടേ മിസ്റ്റർ. ഞാൻ അതെന്റെ വീഡിയോയിൽ പറയുന്ന കാര്യമാണ്. ആ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ അതിന്റെ ലിങ്ക് അയച്ചു തരാം. പറയട്ടെ ആ ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും ഇവിടെ കാര്യം നടക്കൂല. പറയട്ടെ നിങ്ങൾ പറഞ്ഞോ. പറയട്ടെ ഏതൊരു പറയട്ടെ സാധാരണക്കാരന്റെ നിങ്ങൾ കരുതിയത് എന്റെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഞാൻ എന്തോ ഭയങ്കര സംഭവമാണെന്ന് കരുതിയത് നിങ്ങൾ തെറ്റാ. ഞാൻ സാധാരണക്കാരൻ എന്ന് പറഞ്ഞാൽ ഇന്നും മാസാമാസം റേഷൻ കടയിൽ നിന്ന് BPL കാർഡ്, ഏത് ദാരിദ്ര്യരേഖ താഴെയുള്ള BPL കാർഡിൽ കിട്ടുന്ന സൗജന്യ അരി അത് ഭക്ഷിച്ചുകൊണ്ട് വാടക വീട്ടിൽ പറഞ്ഞിട്ട് നിങ്ങൾ എന്താണ് പറഞ്ഞോ? സൗജന്യ അരി വാങ്ങി വാടകയ്ക്കിരിക്കുന്ന സാധാരണക്കാരനായ ഒരു സാധാ മനുഷ്യനാണ് ഞാൻ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രൊമോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ആരെങ്കിലും പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടോ? എന്തൊക്കെ നിങ്ങൾ ഈ ഇവിടെ ഇരുന്ന് പറയുന്നത്? ഞാൻ സാധാരണക്കാരനല്ല. നിങ്ങൾ ഞാനെന്ത് ചെയ്യാനാ? നിങ്ങൾ സ്വയം പറയാണ്, ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണേ. ശരി, ഞാൻ നിങ്ങൾ സാധാരണക്കാരനാണോ? നിങ്ങൾ ആ പരിപ്പൊക്കെ ആണോ? അതൊക്കെ ഞാൻ പറഞ്ഞോ? നിങ്ങൾ പറഞ്ഞോളി. നിങ്ങൾ പറഞ്ഞു ഇതിലുണ്ട്. അതായത് ഇപ്പൊ മൻസൂർ മണ്ണാർക്കാട് ഒരു ഇതിലേക്ക് താഴ്ന്നു. ഞാൻ സാധാരണക്കാരൻ. എന്റെ അടുത്തൊരു മൊബൈൽ ഉണ്ട്, ആ മൊബൈലിൽ നെറ്റ് ചെയ്യാന് നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന നിങ്ങളെ ലക്ഷ്യല്ലേ നടക്കൂല. കാരണം എന്താണെന്നറിയോ? എനിക്ക് പഠിക്കറിവേ ഇല്ലാത്തുള്ളൂ, തിരിച്ചറിവുണ്ട്. അന്ന് വിട്ടോളി. അല്ലെങ്കിൽ ആരിഫല്ല അതിന്റെ മേലുള്ളവനോട് വിളിക്കാൻ പറയും. ഞാൻ ഒരാളെയും വിളിച്ചിട്ട് എനിക്ക് ഇങ്ങോട്ട് വരുന്ന നിങ്ങൾക്ക് എന്തും മനസ്സിലാക്കാം. ഇത് കൂടി കേട്ടോ. എന്റെ പോളിസികൾ പലതും ഞാൻ വീഡിയോയിലും പറയാറുണ്ട്, ഇതിലും പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം കൂടി, ഞാൻ ഒരാളെയും അങ്ങോട്ട് വിളിച്ച് ആ വിളിച്ച കോൾ റെക്കോർഡ് പുറത്ത് കേൾപ്പിക്കാറില്ല. ഇങ്ങോട്ട് വരുന്ന കോളുകള് അത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ ചട്ടിയിലാണോ ഇരിക്കുന്നത്? ആണോ? മനുഷ്യ എന്തെങ്കിലും ഈ കാട്ടിനെ പറയട്ടെ. അപ്പോ ഇങ്ങോട്ട് വിളിക്കുന്ന കോളുകളെ അതില്
ഈ രൂപത്തിലുള്ള സംസാരങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് അപ്ലോഡ് ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? എന്റെ സംസാരങ്ങൾ പലതും പല ആളുകളും പല ഭാഗവും കട്ട് ചെയ്ത് പുറത്തു വിടാറുണ്ട്. എന്തൊരു തൊയിരക്കടാണ്. നിങ്ങളെ കൊണ്ടുപോയിട്ട് മറ്റേ എന്താണ് ഫുട്പാത്തിൽ തൈര കച്ചവടത്തിന് നിർത്തേണ്ടി വരും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളത്, ഞാനൊരു ഭയങ്കര സംഭവമല്ല, ഞാനൊരു എന്താ പറയുക, ഒരു സെലിബ്രിറ്റി അല്ല, ഒരു ഭയങ്കര സംഭവമല്ല, പിന്നെ കുറെ ആളുകൾ ഭയങ്കര ആദരിക്കണ. ഞാൻ സാധാരണക്കാരനാണ്, ഒരു കൂലിപ്പണിക്കാരനാണ് ഞാന്. അപ്പൊ അതിന്റെ അപ്പുറം നിങ്ങൾ തെറ്റിദ്ധരിച്ചു ഞാനാണ് ഉത്തരവാദി. ഇതൊക്കെ ആളുകൾ കേൾക്കൂട്ടോ. കാരണം ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞോളൂ, ഞാനൊന്ന് ഭീഷണിപ്പെടുത്തുന്നു, നിങ്ങളുടെ ആൾക്കാരെ കേൾപ്പിക്കുന്നു പറഞ്ഞ് ഞാൻ എന്തെങ്കിലും രാഷ്ട്രീയം പറഞ്ഞോ? ഞാൻ മതത്തെ കുറിച്ച് ഞാൻ വരുമ്പോൾ വേണ്ട ആവശ്യം നിങ്ങൾ ചെറുതാകുന്നതിന് തുല്യമായിട്ട് ഞാൻ ചെറുതാകല്ല, ഇപ്പൊ ചെറുതായതല്ല, മുന്നേ ചെറുതാണ് ഞാന്. അതല്ല, നിങ്ങളുടെ സാഹചര്യങ്ങളല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളല്ല ഞാൻ പറഞ്ഞത്. ഐഡിയോളജിക്കലി നിങ്ങൾ കാണിക്കുന്നു, നിങ്ങൾ സ്വയം ചുരുക്കി നിങ്ങൾ അവതരിപ്പിക്കുന്നു, അവിടെയാണ് വിഷയം വരുന്നത്. അല്ല നിങ്ങൾ റേഷൻ പിടിക്കുന്നതാണോ ഫുഡ് കഴിക്കുന്നത്, താജ്മഹൽ മരിക്കുന്ന ഫുഡ് കഴിക്കുന്നത് ഞാൻ ചോദിച്ചിട്ടില്ല, ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പറഞ്ഞ ഞാൻ കഴിക്കുന്നത് എവിടുന്നാണോ ഞാൻ പറഞ്ഞത്, ഫുഡ് കഴിക്കുന്നത് മാരേജിൽ നിന്നാണോ ഞാൻ ചോദിച്ചു. ചങ്ക് ബ്രോ ഇതൊന്ന് പറയട്ടെ, എന്തുകൊണ്ടാ പറയേണ്ടി വന്നറിയോ? എന്തുകൊണ്ട് പറയേണ്ടി വന്നറിയോ? നിങ്ങൾ ദയവ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്ക്. നിങ്ങളുടെ ഉദ്ദേശം എന്താ പറയുക? ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾ കേൾക്കാൻ തയ്യാറില്ലാത്തതുകൊണ്ടാണ് ഇടയിൽ കയറി പറയുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ ഇതൊന്ന് കേൾക്ക്. നിങ്ങൾ പറഞ്ഞു ഞാൻ ദാവത്തിന് എലിജിബിൾ അല്ല, ഞാൻ മോണിറ്റൈസേഷൻ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അതിനു വേണ്ടി മാത്രം വീഡിയോ ചെയ്യുന്നതാണ്. ഞാൻ ഒരു സാധാരണക്കാരനിലേക്ക് താഴ്ന്ന രൂപത്തിലാണ് സംസാരിച്ച് എന്ന് നിങ്ങൾ പറഞ്ഞു. ഈ 3 കാര്യങ്ങളുണ്ടല്ലോ, നിങ്ങൾ എന്റെ വാദം പോലും വളച്ചു വയ്ക്കുന്നത് അവതരിപ്പിക്കുന്നു. ഇതൊന്ന് പറയാനേക്കോ. അപ്പോ ദാവത്തിന് ഞാൻ എലിജിബിൾ അല്ല എന്ന് പറയുന്നത്, ഞാന് ഒരു മനുഷ്യനെയും, ദാവത്ത് എന്ന് പറഞ്ഞാൽ വിളിയാണ്, ഇസ്ലാമിലേക്ക് വരൂ എന്ന് പറഞ്ഞ് ഞാൻ ആരെയും വിളിക്കുന്നില്ല. ഞാൻ ആരെങ്കിലും ഞാൻ പറയട്ടെ, ഞാൻ പ്രബോധനത്തിന്റെ മേഖലയിൽ എവിടെയെങ്കിലും പ്രവർത്തിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 1, മറുപടി പറയല്ലേ, 1 മിനിറ്റ്. 2, ഞാൻ മോണിറ്റൈസേഷൻ മാത്രം പ്രതീക്ഷിച്ചാണ് എന്ന് പറഞ്ഞു. എന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ നാളെ ബാങ്ക് എന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ ഞാൻ അയച്ചുതരാം. കാരണം ഇങ്ങനെ പറയാൻ കാരണം, ഒരു വർഷത്തോളമായിട്ട് എന്റെ ചാനലുകള് ടെർമിനേറ്റ് ആയിട്ട് പിന്നെ അത് തിരിച്ചു കിട്ടിയിട്ട് എനിക്ക് നിങ്ങളുടെ പർപ്പസ് എന്താണ്? നിങ്ങൾ പറയണം, ക്ലിയർ ആയിട്ട് പറയണം. അപ്പൊ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതിന്റെ പർപ്പസ് എന്താണ്? ഡയറക്റ്റ് ആൻസറും വേണം. പറയാം ഉണ്ടായിരിക്കണം കേട്ടോ. പറയാം. ഗുഡ്. അതായത് നിങ്ങൾ ഒരു വിഭാഗത്തെ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ആ ഒരു ഇത് വെച്ചിട്ട് പറ്റിക്കേ എന്തെങ്കിലും ചെയ്യാം, അതൊന്നും എനിക്ക് വിഷയമല്ല. നിങ്ങൾ ഒരു കൂട്ടം ജനങ്ങളെ അല്ലെങ്കിൽ ഒരു പരിധിയില്ലാതെ ആളുകളെ വഞ്ചിക്കാൻ വേണ്ടി പച്ച കളവ് പറഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്താലും എനിക്ക് വിഷയമല്ല. പൊന്നാര ഭായിയെ ഒന്ന് പറയാൻ അനുവദിക്കേ. അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ മാത്രം, ഈ എന്റെ ഐഡിയോളജി നിങ്ങൾ ഞാൻ പലതവണ പറഞ്ഞിട്ട് നിങ്ങൾ അത് കേൾക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. നിങ്ങളത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്താൽ മാത്രം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം പ്രത്യേകിച്ച് യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇതല്ലാണ്ട് വേറൊന്നും ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാറില്ല. അതില് ഇസ്ലാം എന്ന് പറയുന്ന ഖുർആന്, സുന്നത്ത്, ഇതനുസരിച്ചാണ് ഞാനിത് പറയുന്നത്, ഇതനുസരിച്ച് ജീവിക്കുന്ന ആളാണ്, ഇതാണ് ഇതിന്റെ അസല് അടിസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ വഞ്ചിക്കാൻ കളവ് പ്രചരിപ്പിച്ചാൽ ഞാൻ അതെടുത്തിട്ട് എന്റെ ഒരു മനസ്സുകൊണ്ട് ചെയ്യും. ഇനി പറഞ്ഞോളൂ, എന്റെ നിലപാട് പറഞ്ഞു. മനസ്സുഖം, നല്ല സുഖമുണ്ട്.
അല്ലേ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചിട്ട് എന്റെ നിലപാട് പച്ചവെള്ളം പോലെ, കാരണം എനിക്കൊന്നും മറച്ചു വെക്കാനല്ല, ഞാൻ കള്ളത്തരം ചെയ്യുന്നില്ല. ഞാൻ ഈ രാജ്യത്ത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു മിനിറ്റ് പറയാനാണ് പ്ലീസ്. ഞാൻ ഈ അതൊന്ന് കേട്ടോളൂ. ഈ രാജ്യത്തിന്റെ നിയമത്തിനെതിരായിട്ട് ഒന്നും പ്രവർത്തിക്കാത്ത ഒരാളാണ് ഞാൻ. എന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പൊന്നു സഹോദര, നിങ്ങള് ഇപ്പൊ ഈ നിമിഷം വരെ നിങ്ങളുടെ ഐഡിയോളജിയോ നിങ്ങളുടെ ലക്ഷ്യമോ പറയട്ടെ നിങ്ങളുടെ പ്രൊപ്പഗണ്ട, നിങ്ങളിപ്പോ പ്രയോഗവൽക്കരിക്കുന്ന ഈ പ്രൊപ്പഗണ്ടയോ നിങ്ങൾ പറയാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ? സത്യസന്ധമായിട്ട് തീർത്തുണ്ട്. എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ വിശ്വസിച്ചു പോരുന്ന ചിന്താധാര ഏതാണെന്നല്ല നിങ്ങൾ പറയുന്ന പ്രത്യയശാസ്ത്രം ഏതാണ്, അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പറയാം. ഹലോ, അതെ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചോദിക്കേണ്ടി വരും. എനിക്ക് ഞാൻ പറയട്ടെ, പറയാനൊരിക്കണം. നിങ്ങൾ പ്രേരം വീഡിയോ നിങ്ങളുടെ ഐഡിയോളജി എന്താണ്? ഞാൻ പറയട്ടെ. അതിനെ ചോദിച്ചു. ഞാൻ സുന്നിയാണ്. സുന്നിയോ? സുന്നിയാണ്. യെസ്, ഓക്കെ. പിന്നെ പറയണ്ടേ? സുന്നി എന്താണ്? എന്താണ് സുന്നി? ഞാൻ പറയുന്നത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത സംഗതിയിലേക്ക് സോറി, റസൂലുള്ളാഹിന്റെയും അതിനു ശേഷമുള്ള താബിഈകളുടെയും തിരിച്ചറിയെ പിന്തുടരുന്ന ആളുകൾ, അവർ കാണിച്ചു തന്ന പാത പിന്തുടർന്ന് പോവുക. ഓക്കെ. റസൂലുള്ളാഹിനെയും അതിനുശേഷം വന്ന തലമുറ, റസൂലുള്ളാഹിനെ കണ്ട സ്വഹാബത്ത്, അതിനുശേഷം വന്ന താബിഈകളുടെ അവര് പറയുന്ന ഈ ഷാഫി മതകാരനാണ്. അപ്പൊ ഷാഫി ഇമാമ എന്ന് പറയുന്നു. അപ്പോ ഇവിടെയുള്ള EK സുന്നിയും AP സുന്നിയും അതിൽപ്പെട്ടതാണോ? ചില ഐഡിയകളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്, പക്ഷെ ടോട്ടലി ഞാൻ അവരെ അംഗീകരിക്കും. കാരണം എന്താണെന്നറിയോ? ഈ സുന്നി എന്ന് പറഞ്ഞാൽ സലഫി വിഭാഗവുമായിട്ട് പോലും തുടങ്ങി എന്താണ് സുന്നി എന്ന് അറിയില്ല, എന്താണ് സലഫി എന്ന് അറിയില്ല, എന്താണ് നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? അതന്നെ ഉദ്ദേശിച്ചത് അടിത്തറയിൽ പോലും സ്വന്തം അടിത്തറയിൽ പോലും വിശ്വാസമില്ലാത്ത ഒരാളാണോ അങ്ങേ തലത്തിൽ നിൽക്കുന്നതെന്ന് അങ്ങനെ നിസാരവൽക്കരിക്കുന്ന ഒരാൾ. ഡോണ്ട് അണ്ടർഎസ്റ്റിമേറ്റ് കോമൺ പീപ്പിൾ, അത്ര പറയാനുള്ളൂ. ശരി, നിങ്ങൾ കൊണ്ടുപോയിട്ട് ഞാൻ ഈ മടവൂര് CM മടവൂര് മുദബ്ബിറുൽ ആലം ലോകം നിയന്ത്രിക്കുന്നത്, ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാം, എനിക്ക് വിശ്വസിക്കാതിരിക്കാം. എന്നോട് ചോദിക്കുക, അപ്പൊ ഞാൻ നിങ്ങൾ ഇതൊക്കെ ഒരു വിഷയത്തിലേക്ക് എന്നെ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി കെട്ടാന്നാ നിങ്ങൾ ലോകം നിയന്ത്രിക്കുന്നത്. നിൽക്കട്ടെ, ഒരു വിവരമില്ലാത്ത സാധു ഞാൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത വിഷയമല്ലേ? ആ പറഞ്ഞു CM മടവൂര് ലോകം നിയന്ത്രിക്കുന്നു പറയുന്നത് ആയിക്കോട്ടെ. നിങ്ങള് നിരീശ്വര ലോകം നിയന്ത്രിക്കുന്നതെന്ന് പറയുന്നത് പോലെ ആലങ്കാരിക പ്രയോഗമാണ്. തെറ്റില്ല. എനിക്ക് ഉപങ്ങളും മൂല്യമല്ല. ഒരു മുദബ്ബിറുൽ ആലം ഖുത്ബുൽ അഖ്താബ് കുറിച്ചൊക്കെ പറഞ്ഞാല് അത് ആലങ്കാരിക പ്രയോഗം ട്രംപ് ലോകം നിയന്ത്രിക്കുന്നത് പേരോട് എന്നെ പേരോടും നിങ്ങൾ ഉസൈൻ മടവൂരും ആണ്ടോ. എന്താവല്ല CM മടവൂരല്ല. കേട്ടില്ലേ? ഇത്രയും നേരം സംസാരിച്ചതിന് നന്ദി, നമസ്കാരം. ഇജാദ് വിളിക്കരുത്.
എന്തെങ്കിലും ആർക്കെങ്കിലൊക്കെ ഗുണം കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. കൂടുതൽ ശ്രമിക്കുക. തൊപ്പിയോട് ധരിച്ചാൽ ഓക്കെ. ഈ കുത്തിരിപ്പ് എന്നുള്ള ലക്ഷ്യം മാത്രം കൊണ്ട് നടക്കരുത്. പഠനം നടത്തുക, എളിമ കാണിക്കുക. സംസാരിക്കുമ്പോ നമുക്ക് കുറച്ച് പറയട്ടെ എന്താണ് നിങ്ങൾ പറയട്ടെ. നമ്മൾ സംസാരിക്കുമ്പോ എന്താണിത് എപ്പോഴും ഇങ്ങനെ തന്നെ. ഞാൻ ദർശനം പോയിട്ടില്ല. ഇല്ലേ? പോയിട്ടില്ല. അല്ലല്ല, ഞാൻ അവരുമായിട്ട് ആശയം ഷെയർ ചെയ്യുന്നുണ്ട് പലതും. ഇവൻ മുസലഫി വിഭാഗവുമായും ഇവിടേക്ക് എത്തിക്കാൻ വേണ്ടി പലപ്പോഴും മെക്കോട്ട് നോക്കി. പക്ഷെ ഞാൻ അങ്ങ് വഴങ്ങി തെറ്റി വിഷയങ്ങളില്, മുസ്ലിം വിഷയങ്ങളിലെ തെറ്റിയ വിഷയം വളരെ ദയനീയമായി, വളരെ മിസറബിൾ ആയിട്ടുള്ള, ഒട്ടും ആവശ്യമില്ല. ജമാഅത്ത് ഇതാവുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ടി പി മുഹമ്മദ് ഷരീമോ മുജീബ് ബിനാലൂരൊക്കെ വായിക്കുന്ന ഗൂഢം മൗനം ഉണ്ടല്ലോ. ഗൂഢം മൗനം അറിയാഞ്ഞിട്ടാണ് കരുതുന്ന ഈ വിഷയങ്ങളെ. ഞാൻ രണ്ടോ മൂന്നോ പ്രാവശ്യം പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല ഞാനെന്ന് പറഞ്ഞില്ലേ? മനസ്സിലായി. മുസ്താബേ ആ ഒരു വാക്ക് പറഞ്ഞേ, ഇത് നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല ഞാനെന്ന് പറഞ്ഞില്ലേ? അതിന്റെ ഒപ്പം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? പക്ഷെ ആക്ഷേപിക്കുന്ന വാക്കുകൾ പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ വിശദീകരിച്ച് തരണം. പറഞ്ഞോളൂ. ആക്ഷേപിച്ച വാക്കെന്താ ഞാൻ പറഞ്ഞത്? ഒബ്സീനിറ്റി ആയിട്ടുള്ള ഏതെങ്കിലും വാക്ക് ഞാൻ ഉപയോഗിച്ചതായിട്ട് പറയാൻ കഴിയുമെങ്കിൽ എന്താണ് ആരിഫ് ഹുസൈനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? ആരിഫ് ഹുസൈൻ മറുപടി അറിയിക്കുന്നു, പക്ഷെ മറുപടി പറയാൻ യോഗ്യരായ ആളുകൾ മൗനം പാലിക്കുന്നു. അതാണ് ആ യോഗ്യത എന്നുള്ളത്. അതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? അതിനുള്ള ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് പറഞ്ഞാണ്. അതിന് ക്രൈറ്റീരിയ അവർ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. മനുഷ്യർ വരുമ്പോ നമ്മളെ ഈ ഒരു ചോദ്യം മറുപടി ആകുമ്പോ അങ്ങനെ പോകും. ഞാൻ ഇനി പറയുന്നത് കേൾക്കൂ. അത് ആരിഫ് ഹുസൈൻ പറയുന്നത് ഇസ്ലാമിനെതിരെയാണോ മുസ്ലിങ്ങൾക്കെതിരെയാണോ? ഇസ്ലാം പറയുമ്പോൾ നമ്മുടെ മതം, അത് വിശ്വസിച്ചവർ മുസ്ലിം, അത് രണ്ടു കൂട്ടർക്ക് എതിരാണ് ഈ കേസ്. ഇസ്ലാം എന്നുള്ളത് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാമാണ്. ഓക്കെ. ആ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം ഏതാണ്? ഇന്നിവിടെ ഈ കാണുന്ന ഈ സംഘടനകളൊക്കെ കൊണ്ടുനടക്കുന്ന ഇസ്ലാമാണെന്നാണ് നിങ്ങൾ എഴുതി? അല്ല. ഓക്കെ. താങ്ക് യു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻഫാലിബിൾ, ഒരു തെറ്റും ചെയ്യാത്തവൻ, മൗസൂഖ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തുടർന്ന ഇസ്ലാം ആർക്കും പിന്തുടരാൻ സാധ്യമല്ല, മനുഷ്യ സാധ്യമല്ല. ശരി, ഇനി പറയാം. അപ്പോ ഇവിടെ ഇസ്ലാം എന്ന ഐഡിയോളജി ഒരു വിൽപ്പന ചരക്കാക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതില് പൗരോഹിത്യ ജോലിക്കാരായിട്ട് ഇവിടെ പല ആളുകളും നടക്കുന്നുണ്ട്. ഈ ആളുകൾ വർഷങ്ങൾ അവർ അതിനുവേണ്ടി ചെലവഴിച്ചുകൊണ്ട് അനേകം കിതാബുകളും അതുപോലെയുള്ള പഠന ശാഖകളൊക്കെ പഠിച്ച് അവർ വലിയ ആ ഒരു വേഷവിധാനങ്ങളോടെ അവർ വലിയ പൗരോഹിത്യമായിട്ട് ഇന്ന് പല സംഘടനകളുടെയും തലപ്പത്ത് കൂടിയും പ്രവർത്തകരായിട്ടുണ്ട്. ശരിയല്ലേ? ആ ആളുകള് ആരും തന്നെ ഇതുപോലെയുള്ള ആളുകൾക്കെതിരെ ഒന്നും കാര്യമായിട്ട് പറയാത്തതിന്റെ രഹസ്യം എന്താണ്? ആ ആളുകള് സാമ്പത്തിക താല്പര്യങ്ങളുണ്ട് പലർക്കും. എക്സിസ്റ്റൻസിന്റെ പ്രശ്നമുണ്ട്. അവർ നിലനിൽക്കണമെങ്കിൽ ഈ സാഹചര്യങ്ങളോട് ഒത്തുപോകണം. എന്നാൽ അവർക്ക് നിലനിൽപ്പുള്ളൂ. അവർ കൂട്ടിപ്പിടിക്കാൻ പോയാൽ ചാവേറായാല്, അവർ യമനിലേക്കോ സിറിയയിലേക്കോ ആട് മേക്കാൻ പോയാല് ഈ പ്രശ്നം വേറെ രീതിയിലാണ് വരിക. അർത്ഥം ഇസ്ലാമിനെ പിന്തുടരാൻ കഴിയുന്ന ഒരു വ്യക്തി മനുഷ്യ സാധ്യമല്ല.
എന്ത് പൊട്ടത്തിലൊക്കെ നിങ്ങൾ ഈ പറഞ്ഞു? ആണ് അതാണ് നിങ്ങൾ പറ. നബി കാണിച്ച ഇസ്ലാം ഇവിടെ ആർക്കും ഫോളോ ചെയ്ത് കാണിക്കാൻ പറ്റുമോ? ജമാഅത്തെ ഇസ്ലാമി മറ്റേത് മറിച്ചത് നിന്റെ അടുത്ത് ഇങ്ങനെ പറയല്ലേ. ഞാൻ അതിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്ന ആളല്ല. നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഞാൻ ചോദിച്ചത് വൈഡ് ചെയ്തിട്ട് എങ്ങോട്ടൊക്കെ കൊണ്ടുപോണ്ട, വടക്കമ്മലയും കയറി പോകണ്ട. ഞാൻ ചോദിച്ചത് ഒരു കാര്യം, ഒരു ചോദ്യം ചോദിക്കാൻ കുറെ എന്തൊക്കെ പറഞ്ഞിട്ടാണ് ചോദിച്ചത് തന്നെ. അങ്ങനെ അത്രയും പാണ്ഡിത്യമുള്ള ഇങ്ങനെ സനതെടുത്ത് തഹസീലായിട്ടുള്ള വേഷപ്രചന്നരായി സ്വഭാവമാണ്. ഏത് കിതാബാ ഓതുന്നത്? നിങ്ങൾ ഉപയോഗിച്ച ഡെറോഗേറ്ററി ആയിട്ടുള്ള ഒരു വാദം പോലും, ഒരു പ്രശ്നം പോലും ഞാൻ നിങ്ങളുടെ മേലെ ആരോപിച്ചിട്ടില്ല. നിങ്ങൾ പറയാണ്, നിങ്ങൾ ഒരാൾ നിസ്സാരവൽക്കരിക്കാൻ പറയുന്നത് ഏത് ദർശനമാണ് പഠിച്ചത്, ഏത് കിതാബ് ഓതിയത്. എന്റെ നാട്ടുകാർക്ക് അറിയില്ല ഞാൻ ഏത് കിതാബിലോ പഠിച്ചത്, ഏത് കിതാബ് ഓതിയെന്ന്. ഞാൻ ഒരു കിതാബും വായിക്കാൻ ശ്രമിച്ച് എന്റെ കൗതുകത്തിന്റെ ക്യൂരിയോസിറ്റിന്റെ പുറത്ത് ഞാൻ മലയാള ട്രാൻസ്ലേഷനൊക്കെ വാങ്ങി വായിക്കുന്നതാണ്. പിന്നെ നിങ്ങൾ കുറെ നേരം നിങ്ങൾ ഒരുപാട് എനർജിയും സാബൂറാകും മനസ്സാ. ഞാൻ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കേൾക്ക്. അതായത് നിങ്ങളെ പഠിപ്പിക്കല്ല, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പണ്ടാരക്കാലം ഒന്ന് പറഞ്ഞു കേൾക്കുകയും. അതായത് അപ്പൊ മനസ്സിലായി, ഇതാണ് സത്യം. അതായത് നമ്മള് ഇത്രയും നേരം സംസാരിച്ചു, നിങ്ങൾ ഇത്രയും കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ വരികൾക്കിടയിലൂടെ വായിക്കുന്നു. ഞാനത് വലിയ പിന്നെ പൊങ്ങച്ചം പറയുന്നല്ല, വരികൾക്കിടയിലൂടെ വായിച്ച് കാര്യങ്ങൾ കുറച്ചൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് പറയുന്നു, നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് നേർക്ക് നേർ. എന്റെ പോളിസി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ആരുടെയും ഒന്നിനു വേണ്ടി എന്റെ ബോധ്യങ്ങള് മറച്ചു വെക്കാനോ തിരുത്തി പറയാനോ തയ്യാറില്ലാത്ത ഒരാളാണ്. നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന, ഒരു മിനിറ്റ് ദയവ് ചെയ്ത് കേൾക്ക്, നിങ്ങൾ എന്താണോ പറയുന്നത് പച്ചക്ക് തുറന്ന് പറയാം. അല്ലാതെ നിങ്ങൾ വളഞ്ഞു മൂക്ക് പിടിക്കുമ്പോഴാണ് ഇത് എവിടെ എത്താത്തത്. പിന്നെ ഒരു മിനിറ്റ്, എന്റെ മക്കൾ പറയട്ടെ പ്ലീസ്. എന്റെ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനായിരിക്കണം, അവർക്ക് എന്തോ കറിയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വാങ്ങാൻ പോവാണ്. അപ്പൊ നേരെ കേട്ടോ. അതായത് യുക്തിവാദികൾ എന്നുള്ളത് നിങ്ങൾ എന്തോ വലിയൊരു എന്താണ് ആനയാണെന്നും കരുതിയിട്ട് ഞാൻ ഇന്നും പറയുന്നു, എനിക്കതൊരു വിഷയമായിട്ട് തോന്നിയിട്ടില്ല. അവരെയും കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അവര് 100 കൊല്ലം കഴിഞ്ഞാൽ ഈ ആരിഫ് ഹുസൈനെ പോലെ 2 ആരിഫ് ഹുസൈന്മാരോ അല്ലെങ്കിൽ 2 ലിയാഖത്തലിമാരോ ഒരു ജബ്ബാറോ ഉണ്ടാകും. അല്ലാതെ അവരെ വെറുതെ അതിന്റെ പിന്നാലെ കൂടേണ്ടതില്ല. നല്ല രീതിയിൽ മനസ്സമാധാനത്തോടെ അന്തസ്സായിട്ട് അങ്ങനെ ജീവിക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ പിന്നാലെ കൂടിയിട്ട് കാര്യമില്ല. എന്തുകൊണ്ട് എന്നുള്ളത് സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ വിളിക്കണ്ടേ. നിങ്ങൾ സംസാരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അയ്യോ അത് നിങ്ങൾ തെറ്റിദ്ധരിച്ചു. ഉപദേശം അല്ലത്. ഞാൻ അങ്ങനെ ഉപദേശിക്കല്ല. കാരണം എന്താണെന്നറിയോ, ഉപദേശില്ലാത്ത ആളാ. നിങ്ങൾ പറഞ്ഞ രീതി അതാണ്. അവരേക്ക് നമ്മൾ കോർക്കാൻ പോകണ്ട. നടന്നാ മതി. അതല്ല ഞാൻ പറഞ്ഞത്. ഒന്നും സാധ്യമല്ല. ഇതാണ് പറയട്ടെ ഇതാണ് ഞാൻ തുടക്കം മുതലേ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഞാനൊരു വിഷയം പറയുന്ന സമയത്ത് നിങ്ങൾ ഈ യുക്തിവാദ സംബന്ധമായിട്ട് സംസാരിക്കാനാണ് വിളിച്ചത്. അതുകൊണ്ടാണ് എന്റെ ടോപ്പിക്കിൽ ഒന്ന് നിങ്ങൾ ആ ഒരു റേഞ്ചുള്ള ആളാവുന്ന കരുതി. നിങ്ങൾ മോശക്കാരനാക്കല്ല. അതുകൊണ്ട് എന്റെ സംസാരം തുടക്കം മുതലേ അത് അടിസ്ഥാനമാക്കി മുഴുവനൊന്നും പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് പൂർണ്ണമായിട്ടും ഞാൻ കാര്യങ്ങൾ ഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾ തിരുത്തി, നിങ്ങൾ നേരെ ഉൾട്ടയാണ് പറയണത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ദയവ് ചെയ്ത് വീണ്ടും എന്താണ് നിങ്ങളുടെ പോയിന്റ്, എന്താണ് നിങ്ങളുടെ ലക്ഷ്യം, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. യുക്തിവാദികൾക്കെതിരെ വീഡിയോ ചെയ്യാൻ ഞാനില്ല. യുക്തിവാദികൾ ആരെങ്കിലും എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫോൺ കട്ട് ചെയ്യൂല, വേറൊന്നുമില്ല, സംസാരിക്കും. അതിന്റെ അപ്പുറം യുക്തിവാദികൾ എന്നുള്ളത് നേരെ കേട്ടോളി, അവരെ ഞാൻ അങ്ങനെ ഒരു സംഭവമായി കണക്കാക്കിയിട്ടില്ലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. യുക്തിവാദികൾ എന്ന് പറഞ്ഞൊരു സംഭവമല്ല. അപ്പൊ നേരത്തെ അങ്ങനെ പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞു എന്നേക്കാൾ പോപ്പുലർ ആണ് ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞു. ആരിഫ് ഹുസൈൻ പോപ്പുലർ ആയിട്ടുണ്ട്. എനിക്കും ആരിഫ് ഹുസൈനും ഒരു ബന്ധമില്ല. ആരിഫ് ഹുസൈൻ എവിടെയെങ്കിലും ആരെങ്കിലും ചൂഷണം ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ വിളിച്ചു പറയും. അത്രേ ഉള്ളൂ. ഓക്കെ, എന്നാ ശരി. ഈ കോൺവെർസേഷൻ ചെയ്യല്ലേ? ഞാൻ മനസ്സിലാക്കില്ലേ? ഓക്കെ. ഞാൻ എന്റെ ഒരു
റോങ് ജഡ്ജ്മെന്റ് ആയിരുന്നു. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും എന്നെ വിളിക്കുമ്പോ നിങ്ങൾ ഇതുപോലെയുള്ള സംസാരങ്ങൾ പരമാവധി ഒഴിവാക്കാൻ എന്താണോ ഞാനിങ്ങനെ വളഞ്ഞു മൂക്കുടിക്കൊന്നുമില്ല. എന്റെ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്തില്ല. ഓക്കെ, അല്ലല്ല, അങ്ങനെയല്ല. ഞാൻ ഇപ്പോഴും പറയാൻ പാടില്ല. ഊഹങ്ങൾ അഖിലവും തെറ്റാണ് എന്നുള്ളതാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത് എന്നാണ്. നിങ്ങൾ മണ്ടാറക്കാലാന്ന് വരെ വിളിച്ചല്ലേ? ഞാൻ മണ്ടാറക്കാലാന്ന് വരെ വിളിച്ചു. എന്തുകൊണ്ട്? അതൊരു കോമഡി ഷൈപ്പ്. നിങ്ങളെ പിന്നെ അത് പറയുമ്പോ അതിനൊരു കൗണ്ടർ വേർഡ് ഞാൻ പ്രയോഗിച്ചോ? ഒരു മിനിറ്റ്. അതിൽ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിർവാധികം എനിക്ക് നിങ്ങളൊരു ഉപദേശം അറിയോ? എന്താണെന്നറിയോ? നിങ്ങളൊന്നും ആരോടും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുന്ന ഒരു ടോക്കില് അതിനെ ഇതില് വേറൊരു കാര്യമുണ്ട്. ആ ഒരു വാക്ക് നമ്മൾ അടുത്തൊന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞാലും ഓക്കെ. ആ വിധത്തിൽ നമ്മൾ എടുത്തിട്ടില്ല എന്നാണ് ഇതുവരെ മനസ്സിലാക്കുന്നത്. ആ ഒരു വാക്ക് ഒരു തെറിവാക്ക് എന്നുള്ള രൂപത്തിലല്ല വിളിച്ചിട്ടുള്ളത്. ഞാൻ അതിന് മുമ്പേ ചങ്ക് ബ്രോ ഞാൻ പ്രയോഗിച്ചിട്ടില്ല. ശരി, നിങ്ങൾ പ്രയോഗിക്കൂല. അത് നിങ്ങൾക്ക് ലക്ഷ്യമുണ്ട്, എനിക്കൊരു ലക്ഷ്യമില്ല. ഈ ഫോൺ കോൾ എനിക്കൊരു കോള് വന്നു, ഞാൻ സംസാരിക്കുന്നു, അത്രേ ഉള്ളൂ. ഈ കോള് കഴിഞ്ഞാൽ കട്ട് ചെയ്യും. സോഷ്യൽ മീഡിയയിൽ ആക്ടിവിസം ചെയ്യുന്ന മതപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളോട് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് തരാമോ എന്നായിരുന്നു എന്റെ ചോദ്യം. ഫസ്റ്റ് മുതൽ തുടക്കം മുതലുള്ളത്. ഞാൻ സജഷൻ തന്നപ്പോൾ നൽകിയപ്പോ നിങ്ങൾ എന്താ ചെയ്തത്? അല്ലല്ല, നിങ്ങൾ പിൻവാങ്ങാണ് ചെയ്തത്. വിഡ്രോ ചെയ്യാണ്. ശരി, അവിടെ ഞാൻ ചോദിച്ചതിന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് വിഡ്രോ ചെയ്യാണ് ചെയ്തത്. അല്ല ബ്രോ, അല്ല. ഞാൻ എന്റെ മക്കൾക്ക് ഇത് വാങ്ങാൻ പോകണേ. അതിന് മുമ്പേ ദയവ് ചെയ്തിട്ട് ആ ഒരു വാക്ക് ഒരിക്കലും അങ്ങനെ വിഷമിപ്പിച്ചെന്നല്ല. ഇതാണ് നിങ്ങളെ പ്രശ്നം. ഇത് ഏറ്റവും എന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്നോടൊരു ആരോപണമോ അല്ലെങ്കിൽ ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് വിശദീകരിച്ച് സംസാരിക്കുന്ന ആളാണ്. എന്നാ വിശദീകരിക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എത്ര വേണമെങ്കിലും സംസാരിക്കാം. പക്ഷേ ആ പറയുന്നത് നിങ്ങൾ അടിസ്ഥാനരഹിതമായിട്ടോ അല്ലെങ്കിൽ നേരെ തിരിച്ചോ പറയരുത്. എനിക്ക് റിമൈൻഡ് ചെയ്യാനുള്ള, റീകോൾ ചെയ്യാനുള്ള, ഇപ്പൊ നിങ്ങൾ എന്നെ കുറിച്ച് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് പറയുമ്പോ ഇത് ഞാൻ റീകോൾ ചെയ്യാനോ എഴുതി വെക്കാനോ ഒന്നും ശ്രമിച്ചില്ല. കാഷ്വൽ ടോക്കാണ്, മനസ്സിലായില്ലേ? നിങ്ങൾ അങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്ക് അപ്പത്തിന് ഉത്തരം പറയേണ്ടി വരും. കാരണം എന്റെ വാദം റിസ്റ്റോർട്ട് ചെയ്തിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നാൽ എന്റെ വാദം ഉണ്ടാക്കുമ്പോ അപ്പത്തിന് ഇടപെട്ടില്ലെങ്കിൽ അത് ഞാൻ സമ്മതിക്കുന്നത് തുല്യമാവുന്നതുകൊണ്ടാണ്. അതല്ല, അത് ഇന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമ്മതിക്കാതിരുന്നാൽ നിങ്ങൾ പറഞ്ഞത് ആണ് ശരി എന്നുള്ളത് കേൾക്കുക. അപ്പൊ അതാണ് ഞാനിത് പുറത്തു വിടുന്നു പറഞ്ഞത്. കാരണം എന്താണെന്നറിയോ, നിങ്ങൾ ഒരു കാര്യം പറയുമ്പോ അത് എന്നെ പറയാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളത് അത് ഈ സമസ്ത മുസ്ലിയാക്കന്മാർ സാധാരണ ചെയ്യുന്നതാണ്. നമ്മളത് വിശദീകരിച്ച് കഴിഞ്ഞാൽ പറയട്ടെ അവർ പറഞ്ഞ ആർഗ്യുമെന്റും എന്റെ പേരിലുള്ള ആരോപണവും തെറ്റാണെന്ന് എനിക്ക് തെളിയിക്കാൻ കഴിയും. മറ്റൊരു കാര്യം, ഈ ആ ഒരു വാക്ക് വിളിച്ചത് അതിനൊരു കാരണമുണ്ട്, അതൊന്ന് പറയാൻ എന്നെ അനുവദിക്കുമോ? അത് ഞാൻ നിങ്ങളെ ചങ്ക് ബ്രോ എന്ന് വിളിച്ചോ? നിങ്ങളെ കരളേന്ന് വിളിച്ചോ? കരളിന്റെ കഷ്ണം എന്ന് വിളിച്ചോ? അല്ല എന്താ ഈ പണ്ടാരക്കാലം എന്ന് മാത്രം നിങ്ങൾക്ക് അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക? നിങ്ങൾ അങ്ങനെ ആരോപണം പറയട്ടെ. അതായത് നിങ്ങൾ അങ്ങനെ ആരോപണം കേട്ടിട്ട് അങ്ങനെ പോകാനും പറ്റൂല. അല്ലെങ്കിൽ ഇത് അടിയിൽ കയറ്റിയിട്ട് ഞാനത് വിശദീകരിക്കും കേട്ടോ. നിങ്ങൾ എനിക്ക് ഫുഡ് കഴിക്കാൻ പോകണം. ഇന്നങ്ങോട്ട് വിളിച്ചിട്ട് എല്ലാ ആരോപണം പറഞ്ഞാൽ ഫുഡ് കഴിക്കാൻ പറഞ്ഞോ? പറഞ്ഞേക്ക്. കരളിന്റെ കഷ്ണമേന്ന് വിളിച്ചതും ശംഖുബ്രോന്ന് വിളിച്ചതും പിന്നെ അതന്നെ റിപ്പീറ്റ് ചെയ്യാതെ പണ്ടാരക്കാലെന്ന് വിളിച്ചതും ഈ 3 ടൈമിലുള്ള വിളിയും നിങ്ങളെ ശ്രദ്ധ തിരിക്കുക എന്നുള്ളതായിരുന്നു. അതെനിക്ക് ഞാൻ ആ സമയങ്ങളിലൊക്കെ ഒരു പ്രഷറും ഇല്ല. അത് ആ മോഡുലേഷൻ മനസ്സിലാവും. ഓക്കെ. അപ്പോ
ഇത് ഞാൻ പറയുന്നു, ഞാൻ ക്ഷമ വെച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുക എന്നുള്ളൊരു, ഞാൻ ചന്ദ്രബ്രോന്ന് വിളിച്ചതും കരണ്ട കത്തേന്ന് വിളിച്ചതും പണ്ടാറക്കാലെന്ന് വിളിച്ചതും അതിന്റെ അർത്ഥം എന്താന്ന് കണക്കാക്കിയിട്ടല്ല, നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ നിങ്ങളുടെ ഉള്ളിലേക്ക് തട്ടുന്ന എന്തെങ്കിലും ഒരു വാക്ക് എന്നുള്ളതാണ്. വിളിച്ചേക്ക് നിങ്ങൾ നിർത്തിയോ? പാട്ട് ണ്ട്. അല്ല, ഞാൻ പണ്ടാറക്കാല ഒന്ന് നിർത്തി എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ നിർത്തി. നിങ്ങൾ ചങ്ക് ബ്രോന്ന് പറഞ്ഞപ്പോ നിങ്ങൾ, ഞാൻ ഇവിടുന്ന് സംസാരിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ മെയിൻ ഒരു വാക്ക് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു സെക്ക് വരും. അതായിരുന്നു ഞാൻ ഉപയോഗിച്ചത്. അപ്പൊ ഓക്കെ, താങ്ക് യു. ഇത്രയും നേരം സംസാരിച്ചതിന്. എന്നെ കുറിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല, നിങ്ങൾ എന്താന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും ആരിഫ് ഹുസൈന്റെ അടുത്ത് എന്റെ അന്വേഷണങ്ങൾ അറിയിക്കും. ശരി.